ഇടവപ്പാതി തകർത്തു പെയ്യുന്നുണ്ട്. രാവിലെ തുടങ്ങിയ മഴയാണ്. ഇപ്പോൾ വൈകുന്നേരമായിട്ടും യാതൊരു കുറവുമില്ല. ശോ, ഇതെന്തൊരു മഴയാ! ഇന്നും വീട്ടിലെത്തുമ്പോൾ ആകെ നനഞ്ഞു കുളിക്കും. ഒരു കൈകൊണ്ട് ഞൊറിയിട്ട സാരി ഉയർത്തിപ്പിടിച്ചും മറുകൈയിൽ കുടയും ചൂടി മുന്നോട്ട് നടക്കെ സൗപർണിക പറഞ്ഞു. എൻ്റെ സൗ, നീ ഒന്ന് പതുക്കെ നടക്കുവോ? ഇങ്ങനെ ധൃതി പിടിച്ച് നടന്നിട്ടാ നിന്റെ മേല് മൊത്തം വെള്ളാവുന്നേ. സൗപർണികയ്ക്ക് പിറകെ നടന്നുകൊണ്ട് അവളുടെ കൂട്ടുകാരി ആരാധ്യ പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് നിന്ന് മെല്ലെ തിരിഞ്ഞു നോക്കി. ശരിയാണ്, കാൽമുട്ടിന് ഭാഗത്തോളം നനഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് ചളിയും പറ്റിപ്പിടിച്ച് കിടപ്പുണ്ട്. അവൾ സാരിയിലേക്കും ആരാധ്യയുടെ മുഖത്തേക്കും ഒന്ന് നോക്കി. ശേഷം നന്നായി ഒന്ന് ഇളിച്ചു കാണിച്ചു. നീ അധികം കിടന്ന് ഇളിക്കണ്ട. നോക്ക്, എൻ്റെ പിറകിലേക്കൊന്ന് നോക്ക്. നിന്റെ കൂടെ സ്പീഡിൽ നടന്ന് നടന്ന് എൻ്റെ സാരിയും ആകെ നാറി. സൗപർണികയുടെ ചിരി കണ്ട് ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ആരാധ്യ പറഞ്ഞു. സാരമില്ലടി, നാളെ ലീവല്ലേ, നന്നായി അലക്കി ഉണക്കിയാൽ മതിയടി. സൗപർണിക അവളെ സമാധാനിപ്പിക്കാൻ എന്നവണ്ണം പറഞ്ഞു. പിന്നെ ലീവ് ശനിയാഴ്ചയും ഞായറാഴ്ചയും എനിക്ക് കണക്കാ. അന്ന് എല്ലാവർക്കും ഒഴിവു ദിവസമാ. പക്ഷേ എനിക്കന്ന് മരണ ദിവസവും. പണിയെടുത്ത് ചാവാനേ നേരമുണ്ടാവൂ. ചെന്ന പാടെ സോപ്പ് വെള്ളത്തിൽ പുതർത്തി വെക്കണം, എന്നാലേ ഈ കറ പോവുള്ളൂ. ആരാധ്യ എന്തോ ആലോചിച്ചെന്ന പോലെ പറഞ്ഞു. നാളെ വിരുന്നുകാരുണ്ടോടി? സൗപർണിക അവളെ അലിവോടെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. വിരുന്നുകാരുണ്ടേലും ഇല്ലേലും അവിടെ എടുത്താ തീരാത്ത ഒടുക്കത്തെ പണിയാണടി. പിന്നെ വിരുന്നുകാര്, അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഒറ്റപ്പാലത്തെ ശ്രീദേവി വല്യമ്മായി ഇന്നലെ തന്നെ എത്തി. ഇനിയിപ്പോ ഓരോരുത്തരായി എത്തും. അവൾ അതും പറഞ്ഞുകൊണ്ട് നടത്തത്തിന് വേഗത കൂട്ടി. എന്താ വിശേഷം? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ സൗ, ശ്രീദേവി വല്യമ്മയുടെ മോൻ്റെ കല്യാണം. അതിനാ എല്ലാവരും വന്നോണ്ടിരിക്കണേ. ആരാധ്യ അത് പറഞ്ഞതും സൗപർണികയൊന്ന് ഞെട്ടി. ഏത്, ആ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആ താടിയുള്ള ചേട്ടനോ? സൗപർണിക ചോദിച്ചു. ആ, അത് തന്നെ, അവളെങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് ആരാധ്യയുടെ കയ്യിൽ സൗപർണികയുടെ പിടി വീണത്. ഏത്, അച്ചുവേട്ടനെ തന്നെയാണോടി നീ ഈ പറയുന്നേ? സൗപർണിക ആരാധ്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു. ആ, അച്ചുവേട്ടൻ തന്നെ. അപ്പോഴും ആരാധ്യ അവളുടെ മുഖത്തേക്ക് നോക്കാതെ നോട്ടം ദൂരേക്ക് എറിഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. നീ എൻ്റെ മുഖത്തേക്ക് നോക്കിയേ? അവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ട് സൗപർണിക ചോദിച്ചു. എന്താടി? ആരാധ്യ ഒരു നേർത്ത ചിരിയോടെ അവളോട് ചോദിച്ചു. നീ സമ്മതിച്ചോ? ഞാൻ എന്തിനാ സൗ സമ്മതിക്കുന്നേ? അവരുടെ മകൻ്റെ കല്യാണം അവരല്ലേ തീരുമാനിക്കുന്നത്. അതിൽ അഭിപ്രായം പറയാനും പറ്റില്ല എന്ന് പറയാനും ഈ ഞാൻ ആരാ? അവളെങ്ങോ നോക്കി പറഞ്ഞു. ആരു? സൗ അവളുടെ കയ്യിൽ ഒന്നുകൂടി മുറുക്കെ പിടിച്ചുകൊണ്ട് വിളിച്ചു. ഞാൻ അവിടത്തെ ആരുമല്ലടി. അമ്മ അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ വിചാരിച്ചു കാണില്ല, പെട്ടെന്നൊരു ദിവസം എന്നെ തനിച്ചാക്കി അവരങ്ങ് പോകുമെന്ന്. അമ്മയെ പടിയടച്ച് പിണ്ടം വെച്ച സ്ഥലത്തേക്ക് തന്നെ അവരുടെ മകൾ തിരിച്ചു വരുമെന്നോ അവിടത്തെ വെറുമൊരു ജോലിക്കാരിയായി ഞാൻ മാറുമെന്നോ ഒരിക്കലും അവർ വിചാരിച്ചു കാണില്ല. എനിക്കിന്നും ഓർമ്മയുണ്ട് സൗ, അന്നെനിക്ക് 10 വയസ്സാ. മുത്തശ്ശൻ്റെ കൈയും പിടിച്ച് ഇവിടേക്ക് വരുമ്പോൾ തറവാട്ടിലെ ഓരോരുത്തരും എന്നെ നോക്കിയൊരു നോട്ടമുണ്ട്. ആർക്കും എന്നെ അന്നേ കണ്ടൂടായിരുന്നു. കൂലി കൊടുക്കാത്തൊരു ജോലിക്കാരി, മറുത്തൊന്നും പറയാതെ അടിമപ്പണി ചെയ്യുന്ന ഒരു ഭൂതം. അവരന്നേ എന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടാവണം. പക്ഷേ മുത്തശ്ശൻ പഠിപ്പിച്ച് ഒരു ജോലി വാങ്ങിത്തന്നു. അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾക്ക് ഇന്ന് ആരുടെയും മുൻപിൽ കൈനീട്ടണ്ട. ഒരു നെടുവീർപ്പോടെ ആരാധ്യ പറഞ്ഞു നിർത്തി. മതിയടി, ഇത് തന്നെ നീ എപ്പോഴും എന്തിനാ ഇങ്ങനെ പറയുന്നേ? തെല്ലൊരു സങ്കടത്തോടെ സൗ ചോദിച്ചു. ഓർക്കാൻ, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാൻ. ഞാൻ ആരാണെന്ന് എന്നെ തന്നെ ഓർമ്മിപ്പിക്കാൻ. ഒരു നോവോടെ ആരാധ്യ പറഞ്ഞു. അച്ചുവേട്ടൻ സമ്മതിച്ചോ? സൗപർണിക ചോദിച്ചു. അതല്ലേ സൗ രസം. അച്ചുവേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അച്ചുവേട്ടൻ മാത്രമല്ല, മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും. ബാക്കി എല്ലാവർക്കും എല്ലാം അറിയാം. ഇന്നലെ ശ്രീദേവി വല്യമ്മയും അമ്മായിമാരും കൂടി സംസാരിക്കുന്നത് കേട്ടതാ. ഇപ്പോ അച്ചുവേട്ടനോടൊന്നും പറയണ്ടെന്ന്. നീ സങ്കടപ്പെടേണ്ട ആരു. നിന്റെ അച്ചുവേട്ടനെ നിനക്ക് തന്നെ കിട്ടും. ആളിങ്ങോട്ട് വന്നോട്ടെ, നോക്കിക്കോ. സൗ അത് പറഞ്ഞതും ആരാധ്യ ഒന്ന് ചിരിച്ചു. എൻ്റെ അച്ചുവേട്ടനോ? നീ കൂടി ഇനി അങ്ങനെ പറയല്ലേ സൗ. ഞാൻ അച്ചുവേട്ടനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ആ വീട്ടിൽ എന്നോട് ആകെ അടുപ്പം കാണിച്ചത് അച്ചുവേട്ടനാണ്. അച്ചുവേട്ടനും എന്നോട് ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല.
ഞാൻ ഒരേട്ടൻ്റെ സ്ഥാനത്ത് കണ്ടതുപോലെ അങ്ങേരും എന്നെ ഒരനിയത്തിയുടെ സ്ഥാനത്തേ കണ്ടിട്ടുള്ളൂ. പക്ഷേ അച്ചുവേട്ടൻ എന്നോട് കാണിക്കുന്ന സ്നേഹവും പരിഗണനയും ഒന്നും തറവാട്ടിലെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്നെ തുടർന്നും പഠിപ്പിക്കണമെന്നും പറഞ്ഞ് മുത്തശ്ശൻ്റെ കൂടെ നിന്നത് അച്ചുവേട്ടനല്ലേ. അതിൻ്റെ എല്ലാം കൂടെ ദേഷ്യം അവർ തീർത്തത് ഞാൻ അച്ചുവേട്ടനെ കണ്ണും കൈയും കാണിച്ച് മയക്കിയെടുത്തു എന്നും പറഞ്ഞ. അന്നതിൻ്റെ പേരിൽ എനിക്ക് എത്ര തല്ലു കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് സങ്കടവുമില്ല സന്തോഷവുമില്ല. എങ്കിലും അച്ചുവേട്ടന് നല്ലൊരാളെ തന്നെ കിട്ടണേ എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ മുത്തശ്ശിയും മുത്തശ്ശനും ഉള്ളതുവരെ ഇങ്ങനെ തട്ടിയും മുട്ടിയും എനിക്കങ്ങ് ജീവിക്കണം. ഇപ്പോൾ അത്രയേ ഉള്ളൂ. അവളൊരു ചെറു നിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോൾ ഞാനോ? ഞാൻ നിന്റെ ആരുമല്ലേടി. എനിക്കൊരു ഏട്ടനുണ്ടായിരുന്നേൽ ഉറപ്പായും ഞാൻ നിന്നെ എൻ്റെ ഏട്ടത്തിയമ്മ ആക്കിയേനെ. അവളൊരു ചിരിയോടെ പറഞ്ഞതും ആരാധ്യ അവളെ കണ്ണു കൂർപ്പിച്ചൊന്ന് നോക്കി. മതി മതി, നീ ഇത് ഇപ്പോൾ എത്രാമത്തെ തവണയാ ഈ പറയുന്നേ? എന്തായാലും നിനക്ക് ഏട്ടനില്ലാലോ. എന്നാ എൻ്റെ മോള് ഇനി ഇത് പറയണ്ട. ആരാധ്യ അത് പറഞ്ഞതും സൗപർണികയുടെ മുഖത്തും ഒരു ചിരി വിരിഞ്ഞു. എടി എടി എടി, ഇന്നും ദേ ആ ഏട്ടൻ നിന്നെ നോക്കിയിരിപ്പുണ്ട്. ഗോപാലേട്ടൻ്റെ ചായക്കടയുടെ മുൻപിലെത്തിയപ്പോൾ സൗപർണിക ആരാധ്യയുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. നീ എന്തിനാ പെണ്ണെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പോകുന്നേ? ചായക്കടയാകുമ്പോൾ പലരും കാണും. അതും നോക്കി നടക്കാതെ നീ ഇങ്ങ് വരുന്നുണ്ടോ? ആരാധ്യ സൗപർണികയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഇന്ന് മഴയായതുകൊണ്ടാവും ചായക്കടയിൽ ഇരുന്നത്. അല്ലേൽ ദാ കലുങ്കിൻ്റെ മുകളിൽ ഇരുന്നേനെ. മുണ്ടുമുടുത്ത് കാലും വിറപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു ഇരിപ്പുണ്ടല്ലോ, എൻ്റെ പൊന്നെ, ആരായാലും വീണു പോകും. സൗപർണിക ആരാധ്യയെ ഒരു ഏറുനോട്ടം ഇട്ടുകൊണ്ട് പറഞ്ഞു. എന്നാ നീ നിന്റെ പട്ടാളക്കാരനെ വിട്ടിട്ട് ഈ കലുങ്കുദേവന്റെ മേല് പോയി വീണോടി. ആരേലും പറഞ്ഞോ വീഴണ്ടാന്ന്? ആരാധ്യ തമാശയോടെ പറഞ്ഞു. എൻ്റെ പൊന്നെ വേണ്ടായേ, എനിക്കെൻ്റെ പട്ടാളക്കാരൻ്റെ തോള് മതിയേ. സൗപർണിക ഒരു ചിരിയോടെ പറഞ്ഞു. എന്നാലും കലുങ്കുദേവൻ എന്നൊക്കെ പറയാൻ എന്താ? നിനക്ക് ആളോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോടി? സൗപർണിക വീണ്ടും അവളെ കളിയാക്കാനായി ചോദിച്ചു. ദേ പെണ്ണെ, മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോ. നിനക്ക് ഇത് എന്തിൻ്റെ കേടാ? ആരാധ്യ ഗൗരവത്തിൻ്റെ മൂടുപടം അണിഞ്ഞു. മിണ്ടല്ലേ മിണ്ടല്ലേ, ദേ വരുന്നുണ്ട്. പുറകിൽ നിന്നും ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും സൗപർണിക പറഞ്ഞു. അത് കേൾക്കെ ആരാധ്യയുടെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. അവരെ കടന്ന ആ വണ്ടി പോയതും ആരാധ്യ നെഞ്ചിൽ കൈവച്ചു. കുറച്ചു മുൻപിലായി പോയ വണ്ടിയിൽ നിന്നും അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയതും ആരാധ്യ നെഞ്ചിൽ വെച്ച കൈ പെട്ടെന്ന് താഴ്ത്തിക്കളഞ്ഞു. അത് കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഊറിക്കൂടിയ ചിരിയെ അവൻ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തിരിഞ്ഞു കളഞ്ഞു. അങ്ങേർക്ക് നിന്നോട് എന്തോ ഒരു ചായ്വ് ഉണ്ടല്ലോ. ചൂണ്ടുവിരൽ ചുണ്ടിൽ മുട്ടിച്ചുകൊണ്ട് സൗപർണിക പറഞ്ഞു. അപ്പോഴേക്കും നാരായണേട്ടൻ്റെ വലിയ ചാമ്പക്കമരത്തിൻ്റെ അവിടെ എത്തിയിരുന്നു. ദേ നിനക്ക് പോകാനുള്ള വഴിയെത്തി, നിന്ന് കിടുങ്ങാതെ ചെല്ലാൻ നോക്ക്. നാരായണേട്ടൻ്റെ വലിയ ചാമ്പക്കമരത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ ആരാധ്യ പറഞ്ഞു. അവിടെ വെച്ചാണ് ഈ കൂട്ടുകാരികൾ തമ്മിൽ പിരിയുന്നത്. ശരി, ഞാൻ വിളിക്കാം, സൗപർണിക പറഞ്ഞു. ചാമ്പക്കമരത്തിൻ്റെ ഇടത്തേക്കുള്ള വഴിയിലൂടെ ആരാധ്യയും വലത്തോട്ടുള്ള വഴിയെ സൗപർണികയും നടന്നു. സൗപർണികയും ആരാധ്യയും ഒരേ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. കണക്ക് ടീച്ചറായുള്ള ആദ്യ പോസ്റ്റ് തന്നെ വടക്കേത്തറ ഹൈസ്കൂളിലായിരുന്നു. അവിടുത്തെ തന്നെ ഹിസ്റ്ററി ടീച്ചറാണ് ആരാധ്യ. അതുകൊണ്ട് പോക്കും വരവുമെല്ലാം ഒരുമിച്ച് തന്നെയാണ്. വടക്കേത്തറ തറവാടിൻ്റെ പടിവാതിലെത്തുവോളം ആരാധ്യയുടെ ചുണ്ടിൽ കലുങ്കുദേവനെ ഓർത്തുകൊണ്ടുള്ള മനോഹരമായൊരു പുഞ്ചിരി പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. എന്നാൽ ആ വീടിൻ്റെ മണ്ണിൽ കാലുകുത്തിയതും അവളുടെ ചിരി നിന്നു. നാശം, ഇന്നിനി എന്തൊക്കെ പണിയാണാവോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ എന്നും ചിന്തിച്ചുകൊണ്ടാണ് അവൾ അകത്തേക്ക് നടന്നത്. നീ ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? വന്നിട്ട് ഇവിടെ പിടിപ്പത് പണിയുള്ളതാണെന്ന് അറിയില്ലേ? അവിടെയും ഇവിടെയും തപ്പിക്കളിക്കാതെ വേഗം ഇങ്ങോട്ട് വന്നൂടെ? ഒന്നുമില്ലേലും ഇത്രയും കാലം തീറ്റിപ്പോറ്റിയതിൻ്റെ നന്ദിയെങ്കിലും കാണിച്ചൂടെ? പടി കടന്ന് മുറ്റത്തെത്തിയതും ഉമ്മറത്തെ നീളൻ സെറ്റിയിൽ ഇരിക്കുന്ന വല്യമ്മായി പറഞ്ഞു. വല്യമ്മാവനും അടുത്തിരിക്കുന്നുണ്ട്. മറുത്തൊന്നും പറയാതെ അവൾ വേഗം മുറ്റത്തുകൂടെ തന്നെ പിന്നാമ്പുറത്തേക്ക് നടന്നു. സാരി മെല്ലെ തട്ടിക്കുടഞ്ഞ് അടുക്കളയ്ക്ക് തൊട്ടടുത്തുള്ള കുഞ്ഞു മുറിയിലേക്ക് നടന്നു. അതാണ് അവളുടെ മുറി, അവളുടെ ലോകവും. സൈഡിലായി ഇട്ടിരിക്കുന്ന മേശപ്പുറത്തേക്ക് ബാഗ് വെച്ച ശേഷം അലമാരയിൽ നിന്നും മാറിയെടുക്കാനുള്ള ഡ്രസ്സും തോർത്തും എടുത്ത് പുറത്തേക്ക് നടന്നു. ഓ, ഇനി തമ്പുരാട്ടിയുടെ നീരാട്ടായിരിക്കും. നിന്ന് സമയം കളയാതെ വേഗം ഇങ്ങ് വന്നേക്കണം, കേട്ടല്ലോ. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയതും പിന്നിൽ നിന്നും ചെറിയമ്മായിയുടെ ശബ്ദവും കേട്ടു.
ഓ, ഇവർക്കിതെല്ലാം എന്തിൻ്റെ കേടാ? ഏതു നേരവും എൻ്റെ പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞോണ്ടിരിക്കണം. അല്ലേൽ ഒന്നിനും ശ്വാസം കിട്ടില്ല. മനസ്സിൽ നല്ലോണം പിറുപിറുത്തുകൊണ്ട് അവളൊന്ന് തലയാട്ടി. അടുക്കളപ്പുറത്തായി വെച്ചിരിക്കുന്ന തൻ്റെ വെളിച്ചെണ്ണക്കുപ്പിയിൽ നിന്നും ഒരു നുള്ളു വെളിച്ചെണ്ണയെടുത്ത് മൂർദ്ധാവിലിട്ട ശേഷം ബക്കറ്റും സോപ്പും എടുത്ത് കുളക്കടവിലേക്ക് നടന്നു. എന്നും ഈ സമയത്ത് കുളിച്ച് തനിക്കിപ്പോൾ ശീലമായി. എങ്കിലും നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളോണ്ട് ഒരു ധൈര്യത്തിന് ഒരു പൊട്ട് വെളിച്ചെണ്ണ മൂർദ്ധാവിൽ വെക്കും. കുളിച്ചു കഴിഞ്ഞാൽ ഒരു നുള്ളു രാസ്നാദിയും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ കുളക്കടവാണ്. അതുപോലെ തന്നെ കുളിപ്പുരയും. കുളത്തിലേക്ക് പോകുമ്പോൾ അവൾ സൂക്ഷിച്ചാണ് നടന്നത്. മഴ പെയ്തതുകൊണ്ട് തന്നെ പറമ്പിലും വരമ്പത്തുമെല്ലാം നിറയെ വഴുക്കലാണ്. എവിടെയെങ്കിലും തട്ടി വീണാൽ അതും വെച്ച് താൻ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. ഒരാഴ്ച നിർത്താതെ മഴ പെയ്തതുകൊണ്ട് തന്നെ കുളം നന്നായി നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. അവൾ വേഗം കുളിപ്പുരയിൽ ചെന്ന് ഡ്രസ്സ് മാറ്റി വന്നു. ശേഷം അലക്കാനുള്ള ഡ്രസ്സ് സോപ്പുപൊടിയിട്ട് ഇളക്കി വെച്ച വെള്ളത്തിൽ പുതർത്തി വെച്ചു. പിന്നെ മെല്ലെ വെള്ളത്തിലേക്കിറങ്ങി 2 റൗണ്ട് വെറുതെ ഒന്ന് നീന്തി. 2 റൗണ്ട് മാത്രം. അധിക നേരം കുളിക്കാനെടുത്താൽ രാത്രിയിലെ ജോലിയുടെ എണ്ണവും കൂടും. അവൾ വേഗം അലക്കുഭാഗത്തേക്ക് ചെന്ന് തുണികളെല്ലാം അലക്കി കഴുകിയെടുത്തു. പിന്നെ വേഗത്തിലൊന്ന് കുളിച്ചു വന്ന് കുളിപ്പുരയിൽ നിന്നും നനഞ്ഞത് മാറ്റി ഡ്രസ്സിട്ട ശേഷം അവിടത്തെ അയയിൽ തന്നെ അത് വിരിച്ചിട്ടു. തറവാട്ടിൽ ആദ്യം എഴുന്നേൽക്കുന്നതും അവസാനം ഉറങ്ങുന്നതും അവളായതുകൊണ്ട് തന്നെ കുളക്കടവിലും അത് തന്നെയാണ് അവസ്ഥ. അവൾ അലക്കിയ ഡ്രസ്സിട്ട ബക്കറ്റും എടുത്ത് തറവാട്ടിലേക്ക് നടന്നു. നനഞ്ഞ തുണികൾ അയയിൽ വെറുതെ ഒന്ന് വിരിച്ചിട്ടു. മഴ തോർന്നിട്ടുണ്ട്. പക്ഷേ എവിടെ നിന്നോ ഒരിളം കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് കാറ്റിൽ വെള്ളമെല്ലാം വാർന്നു പോയിക്കോളും. അടുക്കളയിലേക്ക് കയറിയതും കണ്ടു സിങ്കിൽ വാരി വലിച്ചിട്ടിരിക്കുന്ന പാത്രങ്ങൾ. അതും ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണപാത്രങ്ങൾ. ഇന്ന് സുതേച്ചി വന്നില്ലേ? അവൾ അതും ചിന്തിച്ചുകൊണ്ടാണ് പാത്രങ്ങൾക്കരികിലേക്ക് ചെന്നത്. പിന്നെ എന്തോ ആലോചിച്ച പോലെ അവൾ അടുക്കളവാതിൽക്കൽ നിന്നൊന്ന് അകത്തേക്ക് എത്തി നോക്കി. ഇല്ല, അകത്തളത്തിലൊന്നും ആരെയും കാണുന്നില്ല. അവൾ വേഗം വടക്കിനിയിലെ അങ്ങേ അറ്റത്തെ മുറി ലക്ഷ്യം വെച്ച് വേഗത്തിൽ നടന്നു. മുറിക്ക് മുൻപിൽ എത്തിയപ്പോഴാണ് അവളൊന്ന് ശ്വാസമെടുത്തത്. അവൾ വേഗം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വാതിൽ തുറന്നതും കണ്ടു വാതിൽക്കലേക്ക് നോക്കിക്കിടക്കുന്ന 2 ജന്മങ്ങളെ. അവൾ വേഗം അവർക്കരികിലേക്ക് ചെന്നു. മുത്തശ്ശാ, ഒരു പുഞ്ചിരിയോടെ അവൾ ആ വൃദ്ധനെ ചെന്ന് കെട്ടിപ്പിടിച്ചു. കുറുമ്പി, ഇന്ന് നേരം വൈകിയോ നീ? അയാൾ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. കുറച്ച്. നല്ല മഴയല്ലേ, ബസ് കിട്ടാൻ ഇത്തിരി നേരം വൈകി, അവൾ പറഞ്ഞു. വൈകുന്നേരത്തെ മരുന്ന് കുടിച്ചോ മുത്തശ്ശി? അവൾ മുത്തശ്ശിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, നീയല്ലാതെ ഈ 2 വയസ്സന്മാർക്ക് വേറെ ആരേലും മരുന്ന് തരുമെന്ന് തോന്നുന്നുണ്ടോ? അത് ചോദിച്ചത് മുത്തശ്ശനാണ്. അത് കേട്ടതും ആര്യാദിയൊരു നോവ് നിറഞ്ഞ ചിരി അവർക്ക് പകരം കൊടുത്തു. അതുകൊണ്ടല്ലേ ഞാൻ അവരുടെ കണ്ണു വെട്ടിച്ച് വേഗം ഇങ്ങ് പോന്നത്? അവിടെ സിങ്കിൽ ഒരു കൂട്ടം പാത്രമാണ് കഴുകാൻ കിടക്കുന്നേ, അവളൊരു ചിരിയുടെ അകമ്പടിയോടെ തന്നെ പറഞ്ഞു. ചിരിയോടെയാണ് അവൾ അത് പറഞ്ഞതെങ്കിലും മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്ത് വിഷാദം പരന്നിരുന്നു. അയ്യേ, ഇതിനാണോ എൻ്റെ കുഞ്ഞുമക്കള് മുഖം ഇങ്ങനെ വെച്ചിരിക്കുന്നേ? അത് ഇവിടെ എന്നുമുള്ളതല്ലേ. ഇനിയും നിന്ന് എൻ്റെ സമയം കളയാതെ ഈ മരുന്ന് വേഗം അങ്ങ് കുടിച്ചേ. അതും പറഞ്ഞവൾ 2 പേർക്കും വൈകുന്നേരത്തെ മരുന്നും വെള്ളം നിറച്ച ഗ്ലാസും കൈകളിലേക്ക് വെച്ചു കൊടുത്തു. എന്നാൽ ഇനി കുറച്ചു നേരം കിടന്നോ, അപ്പോഴേക്കും ഞാൻ എൻ്റെ പണിയെല്ലാം തീർത്തിട്ട് വരാം, ഗ്ലാസ് തിരികെ വാങ്ങിക്കൊണ്ടവൾ പറഞ്ഞു. ശേഷം പുറത്തേക്ക് നടക്കാനൊരുങ്ങിയ അവളൊന്ന് തിരിഞ്ഞു നിന്നു. വേറെ എന്തേലും ആവശ്യമുണ്ടോ? ബാത്റൂമിലോ മറ്റോ? അവൾ ചോദിച്ചു. അതിനൊരു ചിരിയോടെ ഇല്ലെന്ന് മുത്തശ്ശി തലയനക്കിയതും അവൾ പുറത്തേക്ക് നടന്നു. അടുക്കളയിലെത്തിയ അവൾ അവിടം ഒന്നാകെ ഒന്ന് നോക്കിക്കൊണ്ട് നെടുവീർപ്പിട്ടു. ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണപാത്രങ്ങളാണ് അവയെന്ന് അവൾക്ക് മനസ്സിലായി. ഇന്ന് സുതേച്ചി വന്നില്ലേ? അവൾ ഓർത്തു. സുധ അവിടുത്തെ ജോലിക്കാരിയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ സുധ അവിടെയുണ്ടാകും. ഞായറാഴ്ചകളിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവർ വരാറുള്ളൂ. അതുകൊണ്ട് ഞായറാഴ്ചയിലെ ജോലിഭാരം മുഴുവൻ ആരാധ്യയുടെ തലയിലാണ്. അവൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ ആളനക്കം അറിഞ്ഞത്. ആരാണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ തിരിഞ്ഞു നോക്കിയില്ല. നീ ഇവിടെ അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് പാത്രം കഴുകിയാൽ മനുഷ്യന് നേരത്തിന് ഉണ്ണാൻ പറ്റുമോ? വേഗം അത് കഴുകി വെച്ചിട്ട് അത്താഴം ഉണ്ടാക്കാൻ നോക്ക്. വല്യമ്മായിയാണ്. അതിന് വലിയ തമ്പുരാട്ടിയാണെന്നാ വിചാരം. മുത്തശ്ശ മുത്തശ്ശി എന്ന് വിളിച്ച് ഏതു നേരവും അവരുടെ പിന്നാലെ നടക്കുകയല്ലേ പണി. പക്ഷേ എന്തൊക്കെ ചെയ്താലും നീ ഇവിടുത്തെ വേലക്കാരിയാ, വെറും വേലക്കാരി. ചെറിയമ്മയുടെ ശബ്ദവും പുറത്തു വന്നു.
അവൾക്ക് അവരോട് പുച്ഛം തോന്നി. ഇനിയുള്ളത് ശ്രീദേവി അമ്മായിയാണ്. അതിൻ്റെ ശബ്ദവും ഉടൻ പുറത്തു വരും, അവൾ ഓർത്തു. ഡി പെണ്ണെ, പിന്നെ നിന്നോട് ഒരു കാര്യം. അച്ചു 2 ദിവസത്തിനുള്ളിൽ വരും. അവൻ വന്നാൽ അവൻ്റെ കൺവെട്ടത്ത് പോലും വന്നു പോകരുത്. അവനെ വീണ്ടും വളച്ചെടുക്കാമെന്ന വല്ല വിചാരവുമുണ്ടേൽ അതങ്ങ് മാറ്റിവെച്ചേക്ക്. അങ്ങനെ എന്തേലും ഉണ്ടേൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല. നോക്കിക്കോ, ശ്രീദേവിയാ പറയുന്നേ. അവരവളുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ 5 വിരലുകളും അവളുടെ കയ്യിൽ അമർന്നതും വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. കഴുകിക്കൊണ്ടിരുന്ന പാത്രം സിങ്കിലേക്ക് തന്നെ വീണു. അവൾ അവരെ തന്നെ നോക്കി. അവരുടെ കണ്ണുകൾ ചുവന്നിരുന്നു. ദേഷ്യം കൊണ്ട് മുഖം വിറയ്ക്കുന്നുണ്ട്. മതി ഏട്ടത്തി, അവളെ എങ്ങനെയാ ഒതുക്കേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. നമുക്ക് നോക്കാം. പിന്നെ അമ്മയുടെ അല്ലേ മോള്. അമ്മ വേലി ചാടിയാൽ മോള് മതിൽ ചാടുമെന്ന് പറയില്ലേ, അതുപോലെ ആവാതിരുന്നാൽ മതി. ചെറിയമ്മായി ശ്രീദേവി വല്യമ്മായിയുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. വേലി ചാടിയിട്ടും ജീവിക്കാനുള്ള യോഗമുണ്ടായില്ലാലോ. ഒരു മോളാണെങ്കിൽ ഇവിടുത്തെ വേലക്കാരിയെപ്പോലെയും ജീവിക്കുന്നു. അതിനെല്ലാത്തിനും ആദ്യം മനസ്സ് നന്നാവണം. വല്യമ്മായിയും അതിൻ്റെ ബാക്കി എന്നോണം പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം പോലെ. ഇവളുടെ അമ്മയുടെ സ്വഭാവമഹിമയൊന്നും പറയാത്തതാണ് നല്ലത്. കല്യാണത്തിനു മുൻപേ ഇവള് വയറ്റിലുണ്ടായതോണ്ടാ രണ്ടും നാടുവിട്ടതെന്ന് ആർക്കാ അറിയാത്തത്. അത്രയ്ക്കുണ്ട് സ്വഭാവഗുണം. ശ്രീദേവി വല്യമ്മായി അത് പറഞ്ഞതും അവളുടെ സകല നിയന്ത്രണങ്ങളും വിട്ടുപോയിരുന്നു. മതി, നിർത്തിക്കോ. ഇനി എന്തെങ്കിലും എൻ്റെ അമ്മയെയും അച്ഛനെയും പറ്റി പറഞ്ഞാൽ, എന്നെപ്പറ്റി പറഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ കേട്ടു നിന്നെന്ന് വരും. മരിച്ചുപോയ എൻ്റെ അമ്മയെയും അച്ഛനെയും പറ്റി അനാവശ്യം പറഞ്ഞാൽ ഞാനത് കേട്ടു നിൽക്കില്ല. അവിടമാകെ അവളുടെ ശബ്ദം നിറഞ്ഞു നിന്നു. അത് കേട്ട് അമ്മായിമാരെല്ലാം ഒരുപോലെ ഞെട്ടിയിരുന്നു. പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്നാ? തെല്ലൊരു നിമിഷത്തിന് ശേഷം ശ്രീദേവി അമ്മായിയുടെ ശബ്ദവും അവിടെ മുഴങ്ങി. തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നവളോട് അവർ വീണ്ടും ചോദിച്ചു. പറയടി, നിന്നോടാ ചോദിച്ചേ. അവരെപ്പറ്റി പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമെന്ന്. അവൾക്കരികിലേക്ക് ഒന്നുകൂടി അടുത്തുകൊണ്ടവർ ചോദിച്ചു. എൻ്റെ കൈച്ചൂട് നിങ്ങളറിയും. അത് പറയുമ്പോൾ ഇതുവരെയും കാണാത്തൊരു ഭാവമായിരുന്നു അവൾക്ക്. അവിടത്തെ ബഹളം കേട്ടതുകൊണ്ടാകണം അമ്മാവന്മാരെല്ലാം അടുക്കളപ്പുറത്തേക്ക് എത്തിയിരുന്നു. മതി, ആളുകൾ കേട്ടാൽ തറവാട്ടിലുള്ളവർക്കാണ് മോശം. എല്ലാവരും അകത്തേക്ക് പോയാട്ടെ. ശ്രീദേവി അതിനുമെന്തോ മറുപടി പറയാൻ തുടങ്ങുമ്പോഴാണ് വല്യമ്മാവൻ്റെ ശബ്ദം അവിടെ ഉയർന്നത്. വല്യേട്ടാ, അവളെന്നെ തല്ലുമെന്ന്. എങ്കിൽ നന്നായിപ്പോയി. വെറുതെ അല്ലാലോ, ഇരന്നു വാങ്ങുന്നതല്ലേ. വല്യമ്മാവൻ അത് പറയുമ്പോൾ അയാളുടെ ഉള്ളിൽ നിറയെ പണ്ട് തൻ്റെ കയ്യും പിടിച്ച് നടന്ന കുഞ്ഞു പെങ്ങളുടെ മുഖമായിരുന്നു. നേരത്തെ അവിടെ പറഞ്ഞതെല്ലാം അയാളും കേട്ടിരുന്നു. അവിടെ നിന്നവർക്കാർക്കും മറുത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആരാധ്യയെ ഒന്ന് നോക്കിയ ശേഷം അയാൾ പുറത്തേക്ക് നടന്നു. അയാൾക്ക് പിന്നാലെ ബാക്കിയുള്ളവരും. എല്ലാവരും അവിടെ നിന്നും പോയതും അവളും പാത്രങ്ങളും മാത്രം അവിടെ ബാക്കിയായി. അവളുടെ കണ്ണുകൾ നിർത്താതെ പെയ്തുകൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് 5 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന അവർ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടായതെന്ന് അമ്മയും അപ്പയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. തമ്മിൽ സ്നേഹിച്ചു എന്നല്ലാതെ വേറൊരു തെറ്റും അവർ ചെയ്തതായോ പറഞ്ഞു കേട്ടതായോ തനിക്ക് ഓർമ്മയില്ല. എല്ലാവരോടും സ്നേഹത്തിൽ മാത്രം പെരുമാറുന്ന, ഉള്ളതിലൊരു പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കുന്ന തൻ്റെ അച്ഛനെയും അമ്മയെയും കുറിച്ചാണ് അവർ അനാവശ്യം പറഞ്ഞത്. അവരുടെ തല്ലുകൊണ്ട് മരിക്കേണ്ടി വന്നാലും ഇത്തരം പറച്ചിലുകൾ കേട്ടു നിൽക്കാൻ തനിക്കാവില്ല. ഒരുപാട് സഹിച്ചു. ഇത് തന്നെ പലയാവർത്തി കേട്ടതാണ്. അവസാനം പിടിവിട്ടുപോയി. അതിൽ യാതൊരു കുറ്റബോധവും തോന്നുന്നുമില്ല. നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു. പിന്നെ വീണ്ടും പാത്രങ്ങൾ കൈകളിലെടുത്ത് ജോലി തുടർന്നു. അന്നെന്തോ ആരോടോ ഉള്ള വാശി പോലെയാണ് ജോലികൾ ഓരോന്നും ചെയ്തത്. എല്ലാ പണികളും കഴിഞ്ഞ് അത്താഴത്തിനുള്ളതെല്ലാം മേശപ്പുറത്ത് കൊണ്ടുവച്ചു. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും രാത്രിയിലേക്കുള്ള ഓട്സ് ഉണ്ടാക്കാനായി വെള്ളം അടുപ്പത്ത് വെച്ചു. തിളച്ചു വരുന്ന വെള്ളം നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഉള്ളവും അതുപോലെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാണ് ഈ നരകത്തിൽ നിന്നും ഒരു മോചനം ഉണ്ടാവുക? ഒരു ഭ്രാന്തിയെ കാലിൽ ചങ്ങല കെട്ടി തളച്ചതുപോലെ തന്നെ ഇവിടെ തളച്ചിരിക്കുന്നു. എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് പോകും, ദൂരെ എങ്ങോട്ടേലും. പക്ഷേ പോകുമ്പോൾ ഒരു കയ്യിൽ ദേ ഈ മുത്തശ്ശൻ്റെ കൈയും ഈ കയ്യിൽ എൻ്റെ മുത്തശ്ശിയുടെ കൈയും ഉണ്ടാകും. അവരുടെ 2 കൈകളും തൻ്റെ കൈകൾക്കുള്ളിലാക്കി പറഞ്ഞ ഒരു 10ാം ക്ലാസ്സുകാരിയെ അവൾക്ക് ഓർമ്മ വന്നു. അതെ, മുത്തശ്ശനും മുത്തശ്ശിയുമാണ് തന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്.
ഒരുപാട് സ്നേഹം തന്ന് അവരിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാതെ തൻ്റെ ഹൃദയത്തെ അവർ പിടിച്ചു കെട്ടിയിരിക്കുന്നു. വെള്ളം തിളച്ചു പൊന്തിയപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നും പുറത്തു വന്നത്. വേഗം അതിലേക്ക് കുറച്ച് ഓട്സ് ഇട്ടു തിളപ്പിച്ചെടുത്തു. ഷുഗർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ ചോറ് കഴിക്കാറില്ല. ചപ്പാത്തിയോ മറ്റും ഉണ്ടാക്കാറുണ്ടെങ്കിലും ഓട്സ് കഴിച്ചാൽ ക്ഷീണത്തിന് ഒരാശ്വാസമാണ്. അവർക്ക് അതാണ് ഇഷ്ടവും. ആവശ്യത്തിന് ഉപ്പും ചേർത്തിളക്കി 2 പാത്രത്തിലാക്കി ഓട്സ് എടുത്തു. കൂടെ 2 ചുട്ട പപ്പടം കൂടി എടുത്ത് അതൊരു ട്രേയിലാക്കി അവൾ അവർക്കരികിലേക്ക് നടന്നു. അവർക്കുള്ള ഭക്ഷണം കൊടുത്ത ശേഷം അവൾ വീണ്ടും അവളുടെ യുദ്ധഭൂമിയിലേക്ക് നടന്നു. നടുമുറ്റത്തിനോട് ചേർന്നുള്ള ഊണുമേശയ്ക്ക് അരികിലെത്തിയപ്പോൾ തന്നെ കണ്ടു നിരത്തിയിട്ടിരിക്കുന്ന എച്ചിൽ പാത്രങ്ങൾ. അവൾ അത് ഓരോന്നും പെറുക്കിയെടുത്ത് അടുക്കളയിലേക്ക് നടന്നു. പിന്നെ ഊണുമേശ ഒന്ന് നനച്ചു തുടച്ച ശേഷം അവൾ വീണ്ടും അടുക്കളയിലെത്തി പാത്രങ്ങൾ വീണ്ടും കയ്യിലെടുത്തു. പാത്രങ്ങൾ കഴുകുന്ന ശബ്ദത്തിനിടയിൽ അവളുടെ നിശ്വാസങ്ങൾ അമർന്നു പോയിരുന്നു. പാത്രമെല്ലാം കഴുകി അടുക്കളയെല്ലാം തുടച്ച് വൃത്തിയാക്കിയ ശേഷം അവൾക്ക് വിശന്നു. പക്ഷേ എന്തോ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. ഓട്സ് ഉണ്ടാക്കിയ പാത്രം അവൾ തുറന്നു നോക്കി. അതിൽ ഒരൽപ്പം ബാക്കിയുണ്ട്. അവൾ അത് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തി കുടിച്ചു. ഇപ്പോൾ ആശ്വാസം തോന്നുന്നുണ്ട്. അവൾ ആ പാത്രം കൂടി കഴുകി വെച്ച ശേഷം അടുക്കളയൊന്നാകെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. ഇല്ല, എല്ലാം അതിൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. നല്ല വൃത്തിയുണ്ട്. അവൾക്ക് ആശ്വാസം തോന്നി. രാത്രിയിൽ തന്നെ അടുക്കളയെല്ലാം വൃത്തിയാക്കി കിടന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷമാണ്. രാവിലെ നോക്കുമ്പോൾ തന്നെ എച്ചിൽ പാത്രങ്ങൾ കാണുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. വാതിൽ നല്ലപോലെ അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ അവളുടെ മുറിയിലേക്ക് നടന്നു. കുറെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നതല്ലാതെ ഉറക്കം വരുന്നില്ല. അവൾ പതിയെ എഴുന്നേറ്റ് ജാലകവാതിലിനോരം ചെന്നു നിന്നു. വൈകുന്നേരം ഒന്നൊതുങ്ങിയ മഴ വീണ്ടും പെയ്തു തുടങ്ങിയിട്ടുണ്ട്. കാറ്റ് വീശിയപ്പോൾ മഴത്തുള്ളികൾ ജനൽക്കമ്പികൾക്കിടയിലൂടെ വന്ന് അവളെ ഒന്ന് നനച്ചു. അതിലവളൊന്ന് കുളിർന്നു പോയി. പിന്നെ പതിയെ അവൾ വാതിൽപ്പാളി അടച്ചു. മുറിയുടെ വാതിൽ കൂടി ചാരി വെച്ച ശേഷം അവൾ വടക്കിനിയുടെ അറ്റത്തെ മുറിയിലേക്ക് നടന്നു. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുറി അകത്തുനിന്നും അടയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ അവൾ മെല്ലെ തള്ളിയതും വാതിൽ തുറന്നു വന്നിരുന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാണ് അവർ കിടന്നിടത്തു നിന്നും തിരിഞ്ഞു നോക്കിയത്. വാതിൽക്കൽ നിൽക്കുന്ന അവളെ കണ്ടതും അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഊറിക്കൂടി. "ഇങ്ങു വാ." മുത്തശ്ശി അവളെ കൈകാട്ടി വിളിക്കുമ്പോൾ അതേ ചിരിയോടെ തന്നെ മുത്തശ്ശനും അവളെ നോക്കി കിടന്നിരുന്നു. "ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെയാ." അതും പറഞ്ഞുകൊണ്ട് അവൾ 2 പേർക്കും നടുവിൽ കയറിക്കിടന്നു. മുത്തശ്ശി പതിയെ അവളുടെ മുടിയിലൊന്ന് തലോടിക്കൊടുത്തു. "നേരത്തെ എന്തായിരുന്നു ശബ്ദം കേട്ടത്? നിന്നെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ?" മുത്തശ്ശിയുടെ ചുളിവ് വീണ കൈകൾ അവളുടെ മുടിയിലൂടെ തലോടി നടക്കുമ്പോഴാണ് അവരത് ചോദിച്ചത്. "ഇല്ലാലോ മുത്തശ്ശി, മുത്തശ്ശിക്ക് തോന്നിയതാവും." അവൾ അവരുടെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്നുകൊണ്ട് പറഞ്ഞു. "കള്ളം പറയേണ്ട നീ." മുത്തശ്ശി അത് പറഞ്ഞതും അവൾ ഒരു വിളറിയ പുഞ്ചിരി അവർക്ക് പകരം കൊടുത്തു. "അത് സാരമില്ല മുത്തശ്ശി. എന്നെ സ്നേഹിക്കാൻ നിങ്ങൾ 2 പേരുമുണ്ടല്ലോ. എനിക്കത് മതി. പിന്നെ ഇന്ന് ഞാനും അവരോട് നല്ലത് പറഞ്ഞിട്ടുണ്ട്." അതും പറഞ്ഞ് അവൾ കമഴ്ന്നു കിടന്നുകൊണ്ട് ഒരു കൈകൊണ്ട് മുത്തശ്ശിയെയും മറു കൈകൊണ്ട് മുത്തശ്ശനെയും ചേർത്ത് പിടിച്ചു. ചുളിവ് വീണ കൈകൾ അവളുടെ കൈകൾക്കുമേൽ ചേർക്കുമ്പോൾ ആ വൃദ്ധ ദമ്പതികളുടെ കണ്ണിലും നനവ് ഊറിയിരുന്നു. പിറ്റേന്ന് ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ചകളിൽ സുധേച്ചി വരാറുണ്ട്. ഇന്നിത് എന്ത് പറ്റിയോ ആവോ? വരേണ്ട സമയമായിട്ടും അവരെ കാണാതിരുന്നപ്പോൾ അവൾ ചിന്തിച്ചു. "ആരാധ്യേ, എടി ആരാധ്യേ, ഇവളിത് എവിടെ പോയി കിടക്കുവാ? ഒന്നിങ്ങ് വന്നേ." എല്ലാ പണികളും കഴിഞ്ഞ ശേഷം തലേന്ന് രാത്രിയിലെ മഴയിൽ വീണ തേങ്ങ പെറുക്കുകയായിരുന്ന ആരാധ്യ പറമ്പിൽ നിന്നും വിളി കേട്ടു. "ഓ, തുടങ്ങി. ഇവർക്കിത് എന്തിൻ്റെ കേടാ?" അതും ചിന്തിച്ചുകൊണ്ടാണ് അവൾ അവർക്കരികിലേക്ക് ചെന്നത്. ഉമ്മറത്ത് നിന്നാണ് വിളിക്കുന്നത്. വിളിക്കുന്നത് വല്യമ്മായിയാണ്. വല്യമ്മായി വിളിക്കുമ്പോൾ തന്നെ മുൻപിലെത്തിയില്ലെങ്കിൽ ഒടുക്കത്തെ ദേഷ്യമാണ്. ബാക്കിയുള്ളവരും ഒട്ടും മോശമല്ല. അവൾ വേഗം ഉമ്മറത്തേക്ക് നടന്നു. "ദേ, ഈ ഗ്ലാസ് വീണു പൊട്ടി. ഇതൊന്ന് വൃത്തിയാക്കിയേക്ക്." അവളെ കണ്ടതും വല്യമ്മായി പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് പിന്നാമ്പുറത്ത് ചെന്ന് ചൂലും വേസ്റ്റ് ബാസ്ക്കറ്റും എടുത്തുകൊണ്ട് വന്നു. പിന്നെ പതിയെ താഴെയിരുന്ന് ചില്ലുകഷ്ണങ്ങൾ ഓരോന്നായി പെറുക്കി തുടങ്ങി. അപ്പോഴാണ് മുറ്റത്തൊരു കാറ് വന്നു നിന്നത്. ആരാണ് വന്നത് എന്ന് അറിയാനായി എല്ലാവരും അവിടേക്ക് നോക്കി. ആരാധ്യയും ഒന്ന് ഇരുന്നിടത്ത് നിന്ന് ഏന്തി വലിഞ്ഞു നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ അവിടെ തന്നെ തറഞ്ഞു നിന്ന നിമിഷമാണ് അച്ചു കാറിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയത്.
അവനെ കണ്ടതും എല്ലാവരുടെ കണ്ണുകളും ഒന്ന് വിടർന്നു. ശ്രീദേവിയുടെ കണ്ണുകൾ മകനെ കണ്ട് സന്തോഷത്തിൽ തിളങ്ങി. മോനെ, നീയോ എന്നു വിളിച്ച് അവനരികിലേക്ക് ചെന്ന ശ്രീദേവിയുടെ കാലുകൾ നിശ്ചലമായത് അവന് പിറകിലായി ഇറങ്ങിയ അവളെ കണ്ടാണ്. അവരുടെ പുഞ്ചിരി ഒരു നിമിഷം ഒന്ന് മാഞ്ഞു. അരുതാത്തതെന്തോ സംഭവിച്ചെന്ന് അവരുടെ ഉള്ളിൽ നിന്നാരോ പറഞ്ഞു. ഇതാരാ മോനെ? അവർ മെല്ലെ ചോദിച്ചു. കൂട്ടുകാരിയാവുമല്ലേ? അതിന് ഉത്തരമെന്നോണം പറഞ്ഞത് വല്യമ്മായിയാണ്. ശ്രീദേവിയും അതേ എന്ന പോലെ അവനെ തന്നെ നോക്കി. മോൾ അകത്തേക്ക് വാ. അതും പറഞ്ഞ് ശ്രീദേവി അവളെ അകത്തേക്ക് ക്ഷണിച്ചു. അമ്മയൊന്ന് അവിടെ നിന്നേ. പെട്ടെന്നാണ് അച്ചു അത് പറഞ്ഞത്. അതു കേട്ടതും അവരൊന്ന് നിന്നു. അവരവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇത് ധന്യ, എൻ്റെ ഭാര്യയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇവളുടെ തറവാട്ടു മഹിമയോ സമ്പത്തോ സ്വത്തോ ഒന്നും ആരും അന്വേഷിക്കേണ്ട. ഇവൾക്കാരുമില്ല. അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൂടെ കൂട്ടിയത്. മുഖവുര ഏതുമില്ലാതെ അവൻ പറഞ്ഞു. അതു കേൾക്കെ എല്ലാവരും ഒന്ന് ഞെട്ടി. ആരാധ്യയുടെ മിഴികൾ മുമ്പിൽ നിരന്നു നിൽക്കുന്ന സ്ത്രീകൾക്കിടയിലൂടെ മുറ്റത്തേക്ക് നീണ്ടു. അച്ചുവേട്ടൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ അവൾക്ക് വല്ലാത്ത തിടുക്കം തോന്നി. നീ ഇതെന്താ പറയുന്നത്? ഞാൻ ഇതിന് സമ്മതിക്കില്ല. ഞാനെന്നല്ല, ഈ തറവാട്ടിലുള്ള ആരും ഇതിന് സമ്മതിക്കില്ല. അച്ചു പറഞ്ഞത് കേൾക്കെ എടുത്തടിച്ചതുപോലെ ശ്രീദേവി പറഞ്ഞു. അതിന് അമ്മയുടെ സമ്മതം ഇനി ആവശ്യമില്ല. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. എങ്കിൽ പിന്നെ ആരെ കാണാനാടാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? പൊയ്ക്കൂടായിരുന്നോ? ആ വഴിക്ക് എങ്ങോട്ടെങ്കിലും നിനക്ക് പൊയ്ക്കൂടായിരുന്നോ? ഇങ്ങോട്ട് ഇവളെയും കെട്ടി വലിച്ചോണ്ട് വരാൻ ഇവിടെ നിന്റെ ആരാ ഉള്ളത്? ശ്രീദേവി വീണ്ടും ദേഷ്യപ്പെട്ടു. ധന്യ അർജുൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചു. അവളുടെ പേടി മനസ്സിലായതുപോലെ അർജുൻ അവളുടെ കൈകൾക്ക് മേൽ തൻ്റെ കൈകൾ ചേർത്തിരുന്നു. അപ്പോൾ അത് കണ്ടതും ശ്രീദേവിക്ക് വീണ്ടും വിറഞ്ഞു കയറി. അമ്മായിമാരെല്ലാം കണ്ട് ഞെട്ടലിലാണ്. അമ്മാവന്മാരാണെങ്കിൽ എല്ലാം പുറത്തു പോയതുകൊണ്ട് തന്നെ ആ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. അച്ചുവിന് അച്ഛനില്ല. വർഷങ്ങൾക്ക് മുൻപേ മരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ശ്രീദേവി അമ്മായി അധികവും അവരുടെ ഒറ്റപ്പാലത്തെ തറവാട്ടിലാണ് ഉണ്ടാകാറ്. സ്വത്തിനും സമ്പത്തിനും മാത്രം വില കൊടുക്കുന്ന നിങ്ങൾക്ക് ഇവളെയോ ഞങ്ങളുടെ സ്നേഹത്തെയോ അംഗീകരിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കയറി താമസിക്കാം എന്ന പ്രതീക്ഷയിലുമല്ല വന്നത്. എനിക്ക് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒന്ന് കാണണം. പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം. അതും പറഞ്ഞുകൊണ്ട് അർജുൻ ധന്യയുടെ കൈയും പിടിച്ച് ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങിയതും പുറകിൽ നിന്നും ശ്രീദേവിയുടെ വിളി വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒന്നും പ്രാർത്ഥനയും അനുഗ്രഹവും നിനക്ക് വേണ്ടെന്നാണോ? അവർ ചോദിച്ചു. അത് കേൾക്കെ അവനൊന്ന് അവർക്ക് നേരെ തിരിഞ്ഞു നിന്നു. പറയുന്നതുകൊണ്ട് അമ്മയൊന്നും കരുതരുത്. പ്രസവിച്ചതുകൊണ്ട് മാത്രം ആരും അമ്മയാകില്ല. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. കൂടെ പഠിച്ചിരുന്നവരെല്ലാം അവരുടെ അമ്മമാരെയും അച്ഛന്മാരെയും വീട്ടുകാരെയും കുറിച്ചെല്ലാം പറയുമ്പോൾ കൊതിയോടെ കേട്ടുനിന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. പറയുമ്പോൾ എന്താ, അവർ സാധാരണക്കാരാണ്, ദാരിദ്ര്യം പിടിച്ചവർ. എന്നാൽ അവർക്ക് സ്നേഹത്തിന് മാത്രം യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനോ വലിയ പേരുകേട്ട തറവാട്ടിലേതാണ്. ഇട്ടുമൂടാനുള്ള സമ്പത്തുമുണ്ട്. എന്നാൽ സ്നേഹം മാത്രം ഉണ്ടായിരുന്നില്ല. അതെന്നും എൻ്റെ സ്വപ്നത്തിൽ നിന്നു പോലും വളരെ ദൂരത്തായിരുന്നു. നിങ്ങൾക്ക് അന്നും സ്വത്തും സമ്പത്തും ആളുകളുടെ മുന്നിൽ മാന്യതയുമായിരുന്നു വലുത്. എങ്ങനെയൊക്കെ ആർഭാടം കാണിക്കാമോ അങ്ങനെയൊക്കെ നിങ്ങൾ ആർഭാടം കാണിച്ചു. അതിൽ മാത്രമായിരുന്നു നിങ്ങൾക്ക് ശ്രദ്ധ. അതിൻ്റെ ഉള്ളിൽ ഒരേ ഒരു മകനെ നിങ്ങൾ മറന്നുപോയി. പക്ഷേ അന്നും എനിക്ക് കലർപ്പില്ലാത്ത സ്നേഹം തന്നത് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. നിങ്ങൾ എന്നോട് ചെയ്തതും ഞാൻ അനുഭവിച്ചതും പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊന്നും എന്നെക്കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമേറിയ നിമിഷം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന അവരുടെ അനുഗ്രഹം എനിക്ക് വേണമെന്ന് തോന്നി. അത് വാങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും. സത്യം അതാണെങ്കിൽ കൂടി അവൻ്റെ വായിൽ നിന്നും അത് കേൾക്കുമ്പോൾ ശ്രീദേവിയുടെ മുഖം അപമാനം കൊണ്ട് വിളറി വെളുത്തിരുന്നു. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് കയറിയതും കാണുന്നത് ചില്ലുകഷ്ണങ്ങൾ പെറുക്കിയെടുക്കുന്ന ആരാധ്യയെയാണ്. അവൻ അവളെ കണ്ടതും വല്ലാത്ത വാത്സല്യം തോന്നി. ധന്യേ, ഇത് ആരാധ്യ, എൻ്റെ പെങ്ങളാണ്. അത് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ അത്രമേൽ വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. അത് കേൾക്കെ ആരാധ്യയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് തന്നെ പരിചയപ്പെടുത്തിയതോർത്ത്, തന്നെ പരിഗണിച്ചതോർത്ത്. അല്ലെങ്കിലും പണ്ടും അച്ചുവേട്ടൻ മാത്രമായിരുന്നു തന്നെ എല്ലായിടത്തും പരിഗണിച്ചിരുന്നത്.
അവളൊരു നിറഞ്ഞ പുഞ്ചിരി അച്ചുവിനും അവൻ്റെ കൂടെ നിന്നിരുന്ന ധന്യയ്ക്കും കൊടുത്തു. മോളെ ആരു, ഇത് ധന്യ, നിന്റെ ഏട്ടത്തിയമ്മയാണ്. അവൻ ധന്യയെ ആര്യാദിക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അച്ചുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ ഈ കുഞ്ഞി പെങ്ങളെക്കുറിച്ച്. ധന്യ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. അല്ല, ഇതെന്തു പറ്റിയതാ? നിലത്ത് ചിതറിക്കിടക്കുന്ന ചില്ലുകഷ്ണങ്ങൾ കണ്ട് അർജുൻ ചോദിച്ചു. അത് ഗ്ലാസ് വീണ് പൊട്ടിയതാ അച്ചുവേട്ടാ, അവൾ മറുപടി പറഞ്ഞു. ആരുടെ കയ്യിൽ നിന്ന്? അതാണ് അവൻ ചോദിച്ചത്. അറിയില്ല, വല്യമ്മായിയാ നന്നാക്കാൻ പറഞ്ഞത്. അത് കേട്ടതും അർജുൻ ഒന്ന് ചിരിച്ചു. താഴെ വീണതാണോ അതോ മനഃപൂർവ്വം വീഴ്ത്തിയതാണോ എന്ന് ആർക്കറിയാം. ഈ വക കാര്യങ്ങൾക്കൊന്നും ഇവിടെ ഇപ്പോഴും ഒരു മാറ്റവുമില്ലേ? വെറുതെയല്ല തറവാട്ടിലേക്ക് വരാൻ തന്നെ തോന്നാത്തത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിക്കണം. അതിന് ആദ്യം നല്ലൊരു മനുഷ്യനാവണം. മെല്ലെയാണ് അവനത് പറഞ്ഞതെങ്കിലും എല്ലാവരും അത് കേട്ടിരുന്നു. അമ്മായിമാരുടെ മുഖമെല്ലാം അത് കേട്ടതും ചൂളിപ്പോയിരുന്നു. ഞങ്ങൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒന്ന് കണ്ടിട്ട് വരാം. അവളോട് അതും പറഞ്ഞ് അർജുൻ ധന്യയുടെ കൈയും പിടിച്ച് അവരുടെ മുറിയിലേക്ക് നടന്നു. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് നോക്കിയ അവർ കാണുന്നത് അച്ചുവിനെയാണ്. അവനെ കണ്ടതും അവരുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവൻ അവർക്കരികിലേക്ക് ഒരു ചിരിയോടെ നടന്നു. ധന്യ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അവളെ കണ്ടതും മുത്തശ്ശനും മുത്തശ്ശിയും അത് ആരാണെന്ന പോലെ അച്ചുവിനെ ഒന്ന് നോക്കി. മുത്തശ്ശ, ഇത് ധന്യ. ഇന്നലെ ആയിരുന്നു ഞങ്ങളുടെ വിവാഹം. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ അനുഗ്രഹത്തോടെ ചെയ്യേണ്ട കാര്യമാണിതെന്ന് എനിക്കറിയാം. വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പിന്നെ അത് നടക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലല്ലോ. അതുപോലെയുള്ളവരല്ലേ ഈ വീട്ടിൽ നിറയെ. അവൻ അത് പറയുമ്പോഴും മുത്തശ്ശനും മുത്തശ്ശിയും യാതൊരു ഭാവമാറ്റവുമില്ലാതെ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. ചുണ്ടിൽ നേർത്തൊരു പുഞ്ചിരി പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് അച്ചുവിനും ഏറെ ആശ്വാസമായിരുന്നു. ഇവൾക്ക് ആരുമില്ല മുത്തശ്ശ. വളർന്നതും പഠിച്ചതുമെല്ലാം അനാഥാലയത്തിലാണ്. അങ്ങനെയുള്ള ഒരാളെ വിവാഹം കഴിക്കാൻ ഈ കുടുംബത്തിലെ ആരെങ്കിലും സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഞാൻ ആരോടും പറയാതെ. മുത്തശ്ശനും മുത്തശ്ശിയും ഞങ്ങളെ അനുഗ്രഹിക്കണം. അവർക്ക് അരികിലേക്കിരുന്ന് അവരുടെ 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ചു പറഞ്ഞു. വാതിൽക്കൽ തന്നെ നിൽക്കുന്ന അവളെ മുത്തശ്ശി അരികിലേക്ക് വിളിച്ചു. അവർക്ക് അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. ഒരു കണക്കിന് മോൻ ചെയ്തത് തന്നെ നന്നായി. ജീവിതം ഒന്നേയുള്ളൂ, അത് മനസ്സിനിണങ്ങിയതായിരിക്കണം. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നന്നായി വരട്ടെ. മുത്തശ്ശൻ പറഞ്ഞതും മുത്തശ്ശിയും അതേ എന്ന പോലെ തലയാട്ടി. അവർ 2 പേരും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ പ്രായം ചെന്ന അവരുടെ കാലിൽ വീണ് നമസ്കരിക്കാൻ ഇവരും മറന്നിരുന്നില്ല. അപ്പോഴേക്കും അമ്മാവന്മാരെല്ലാം അവിടെ എത്തിയിരുന്നു. അവൻ കല്യാണം കഴിച്ചത് ഒരു അനാഥപ്പെണ്ണിനെയാണെന്ന് അറിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഒന്നുകൂടെ കലി കയറിയത്. ഏതെങ്കിലും ബിസിനസ്സുകാരൻ്റെ മോളെയാണ് അവൻ കെട്ടിക്കൊണ്ടു വന്നതെങ്കിൽ അവർ 2 കൈയും നീട്ടി സ്വീകരിച്ചേനെ. മനുഷ്യനെ മനുഷ്യനായി കാണാനും സ്നേഹത്തെ സ്നേഹമായി കാണാനുമുള്ള ഹൃദയവിശാലതയൊന്നും ആ തറവാട്ടിലുള്ള ആർക്കും ഉണ്ടായിരുന്നില്ല. ഒന്നുമില്ലാത്ത അവളെ ഉപേക്ഷിച്ചാൽ നിനക്ക് ഈ വീട്ടിൽ നിൽക്കാം, അല്ലെങ്കിൽ അവളുടെ കൂടെ തന്നെ നിനക്കും ഇറങ്ങിപ്പോകാമെന്ന് പറയുമ്പോൾ അച്ചുവിന് പിന്നെയൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല. അത് പ്രതീക്ഷിച്ചു തന്നെയാണ് താൻ വന്നത് എന്ന പോലെ അവനൊന്ന് പുഞ്ചിരിച്ചു. ധന്യയുടെ കൈയും പിടിച്ചുകൊണ്ട് വന്ന കാറിലേക്ക് തന്നെ തിരിച്ചു കയറുമ്പോൾ അവൻ്റെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നെങ്കിൽ കൂടി ധന്യയുടെ മുഖത്ത് തെളിച്ചമില്ലായിരുന്നു. താൻ കാരണം അവൻ്റെ രക്തബന്ധമെല്ലാം അവനിൽ നിന്നും അകന്നുപോയല്ലോ എന്ന വേദനയായിരുന്നു അവളുടെ ഉള്ളിൽ. എന്നാൽ അത് അറിഞ്ഞിട്ടെന്ന വണ്ണം അവൻ അവളുടെ കയ്യിൽ തൻ്റെ കൈകൾ ചേർത്തിരുന്നു. വണ്ടി തറവാട്ടിൽ നിന്നും ഇറങ്ങി ഒരു വളവ് കഴിഞ്ഞപ്പോഴാണ് റോഡിനരികിൽ നിൽക്കുന്ന ആരാധ്യയെ കാണുന്നത്. അത് കണ്ടതും അവൻ വണ്ടി ഒതുക്കി നിർത്തി. അയ്യേ, ഇതെന്താ, ഏട്ടൻ്റെ കുട്ടി കരയുകയാണോ? അവൻ അവളുടെ കവിളിൽ കൈ ചേർത്തുകൊണ്ട് ചോദിച്ചു. ഇവിടെ വരെ വന്നിട്ട് ഒന്നും കുടിക്കാതെ? എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അച്ചേട്ടാ. ഏട്ടത്തി ഒന്നും വിചാരിക്കരുത്, അവൾ ധന്യയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ല, ഏട്ടത്തിക്ക് അറിയാലോ. ധന്യ ഒരു പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. നിനക്ക് ഇപ്പോഴും ഇവിടെ വല്ലാത്ത ബുദ്ധിമുട്ടാണല്ലേ? നീ പോരുന്നോ ഞങ്ങളുടെ കൂടെ? അച്ചു അവളോട് ചോദിച്ചു. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. അച്ചേട്ടൻ ചോദിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷം. പക്ഷേ മുത്തശ്ശനെയും മുത്തശ്ശിയെയും വിട്ട് എനിക്ക് വരാൻ പറ്റില്ല അച്ചേട്ടാ. ഇപ്പോൾ തന്നെ അവരെ ആരും നോക്കില്ല, മരുന്ന് കൊടുക്കില്ല, ഭക്ഷണം കൊടുക്കില്ല. പ്രായമായപ്പോൾ അവരെ ആർക്കും വേണ്ടാത്തതുപോലെയാണ്.
അവരെ ഇവിടെ തനിച്ചാക്കി എനിക്ക് എങ്ങനെയാ വരാൻ പറ്റുന്നേ? എനിക്ക് എങ്ങോട്ടും വരണ്ട അച്ചേട്ടാ. നിറക്കണ്ണുകളോടെ അവൾ അത് പറയുന്നത് കേട്ടപ്പോൾ അവൻ അവളോട് വല്ലാത്ത വാത്സല്യം തോന്നി. അതിലുപരി അവൻ്റെ മനസ്സൊന്ന് നിറഞ്ഞിരുന്നു. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. അച്ചേട്ടൻ്റെ നമ്പറില്ലേ കയ്യിൽ? അച്ചു അതും പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിലൊന്ന് പതിയെ തട്ടി, അതീവ സ്നേഹത്തോടെ. തറവാട്ടിൽ ഇപ്പോഴും എല്ലാവരും ഞെട്ടലിലാണ്. ഇത്രയും കാലം അവൻ്റെ പേരും പറഞ്ഞ് ആരാധ്യയെ ചീത്ത പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കെല്ലാം അറിയാമായിരുന്നു അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ലെന്ന്. എങ്കിലും കാരണമില്ലാതെ അവളെ വഴക്ക് പറയാനും അവളോട് ദേഷ്യം പിടിക്കാനുമെല്ലാം അമ്മായിമാർക്ക് വല്ലാത്ത ഉത്സാഹമായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റില്ലല്ലോ എന്ന ടെൻഷൻ കൂടിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അവർ കണ്ടുവച്ച വിവാഹം നടക്കാതെ പോയതിൻ്റെ അമർഷവും. ആ കല്യാണം നടന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്വത്ത് അധികം കിട്ടിയേനെ. അന്ന് അച്ചുവിനെയും ധന്യയെയും പ്രാഗിക്കൊണ്ടിരിക്കുന്ന പണിയായിരുന്നു അവൻ്റെ അമ്മയടക്കം എല്ലാവർക്കും. മുത്തശ്ശനും മുത്തശ്ശിയും അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വല്ലാത്ത വേദന തോന്നി. എന്നാലും എൻ്റെ ആരു ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോഴാണ് സൗപർണിക അത് ചോദിച്ചത്. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. എങ്കിലും നല്ലൊരു ചേച്ചിയാ, എനിക്കിഷ്ടമായി, ആരാധ്യ പറഞ്ഞു. പെങ്ങളാണെന്ന് പറഞ്ഞ എന്നെ പരിചയപ്പെടുത്തിയത്. അതെൻ്റെ ഏട്ടത്തിയമ്മ ആണെന്നും പറഞ്ഞു. അത് പറയുമ്പോൾ സ്വന്തമെന്ന് പറഞ്ഞ് ഒരാൾ ചേർത്ത് പിടിച്ചതിൻ്റെ സന്തോഷം ആരാധ്യയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എടി എടി നോക്ക് നിന്റെ കലുങ്കുദേവൻ. കാലും വിറപ്പിച്ചുകൊണ്ട് കലുങ്കിലിരിക്കുന്നവനെ കണ്ട് ആരാധ്യയുടെ കയ്യിലൊന്ന് നുള്ളിക്കൊണ്ട് സൗപർണിക പറഞ്ഞു. കൂടെ അവൻ്റെ 2 കൂട്ടുകാർ കൂടിയുണ്ട്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ നോട്ടം മുഴുവൻ നടന്നു വരുന്ന ആരാധ്യയിലാണ്. എടി ദേ നിന്നെ തന്നെയാ നോക്കുന്നേ, സൗപർണിക വീണ്ടും പറഞ്ഞു. എൻ്റെ പൊന്നു സൗ, നീ ഒന്നും മിണ്ടാതെ നടക്കുവോ? ആരാധ്യ പതിയെ ആണെങ്കിലും അവളോട് കെഞ്ചി. അവർക്ക് അരികിലെത്തിയതും ആരാധ്യയുടെ കാലിൻ്റെ വേഗത കൂടിയിരുന്നു. അവർ കുറച്ചു ദൂരം മുൻപിലെത്തിയതും കയ്യിലെ പൊടി തട്ടിക്കൊണ്ട് അവൻ കലുങ്കിൽ നിന്നും ചാടിയിറങ്ങി. ഞാൻ ദേ വരുന്നു. അവൻ അതും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറിയിരുന്നു. ചെല്ല് ചെല്ല്. ഇങ്ങനെ എന്നും അവളുടെ പിന്നാലെ നടക്കാതെ ഇന്നെങ്കിലും അവളോട് ഇഷ്ടമാണെന്ന് പറയടാ, കൂട്ടത്തിൽ ഒരുവൻ പറഞ്ഞു. പിന്നെ ഇവൻ ചെന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും അവളങ്ങ് സമ്മതിക്കും, മറ്റവൻ വെറുതെ അവനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സമ്മതിക്കുമടാ, അവൾ സമ്മതിക്കും. മാത്രമല്ല അവൾ ആരുടെയെങ്കിലും താലിക്ക് മുൻപിൽ തല കുനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മംഗലത്ത് നന്ദഗോപൻ്റെ മുൻപിലുമായിരിക്കും. അവനൊരു ചിരിയോടെ അതും പറഞ്ഞുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു. വരുന്നുണ്ട് വരുന്നുണ്ട്. പുറകിൽ നിന്നും ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടതും സൗപർണിക പറഞ്ഞു. ആരാധ്യ അതിനൊന്നും പറഞ്ഞില്ല. നീ കേൾക്കുന്നില്ലേ ആരു? ആരാധ്യ ഒന്നും പറയുന്നില്ലെന്ന് കണ്ട് സൗപർണിക വീണ്ടും ചോദിച്ചു. കേൾക്കാതിരിക്കാൻ എൻ്റെ ചെവിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാനും കേട്ടു. നീ ഒന്നും മിണ്ടാതെ നടന്നേ. അവൾ അതും പറഞ്ഞ് വേഗത്തിൽ മുന്നോട്ട് നടന്നു. അവൻ്റെ വണ്ടി അവരെ കടന്നു മുന്നോട്ട് പോയതും എന്നത്തെയും പോലെ അന്നും അവനൊന്ന് തിരിഞ്ഞു നോക്കി. എന്തോ ആ കണ്ണുകളിൽ നോക്കുമ്പോൾ താനാകെ തളർന്നു പോകുന്ന പോലെ. നോട്ടങ്ങൾ തമ്മിലുടക്കിയതും അവൾ വേഗത്തിൽ അവനിൽ നിന്നും കണ്ണുകൾ പറിച്ചെടുത്തു. ബസ് സ്റ്റോപ്പിന് ഓപ്പോസിറ്റായി അവൻ വണ്ടി നിർത്തിയെങ്കിലും വണ്ടിയിൽ തന്നെ ഇരുന്നു. ബസ് വന്ന് അവർ കയറിപ്പോകുന്നതുവരെ അവൻ്റെ കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു. ദിവസങ്ങൾ പിന്നെയും മാറ്റമില്ലാതെ കടന്നുപോയി. ആരാധ്യയ്ക്കൊരു തീരാനഷ്ടവുമായിട്ടായിരുന്നു അന്നൊരു ദിവസം നേരം പുലർന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും 2 പേരും ഒരുമിച്ച് അവളെ വിട്ടുപോയി. മരണത്തിലും അവർ ഒരുമിച്ചായിരുന്നു. എല്ലാവരും ആളുകളെ കാണിക്കുവാൻ വേണ്ടി കരഞ്ഞപ്പോൾ മനസ്സും ശരീരവും മരവിച്ചു പോയത് അവൾക്കായിരുന്നു. കൂട്ടത്തിൽ അച്ചുവിനും. ആരൊക്കെ എതിർത്താലും അവരുടെ അന്ത്യകർമ്മങ്ങൾക്ക് കൂടെ ഉണ്ടാകുമെന്ന് നിർബന്ധമായിരുന്നു അച്ചുവിന്. മരണവീട് ആയതുകൊണ്ടും ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടും അന്ന് അവനെ ആരും തടഞ്ഞില്ല. എന്നാൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാൻ അമ്മാവന്മാർ അവനോട് തുറന്നു പറഞ്ഞു. അവൻ അവരോട് വല്ലാത്ത പുച്ഛം തോന്നി. സ്വന്തം അച്ഛനും അമ്മയും മരിച്ചിട്ടും അതിൻ്റെ ഒരു തരി പോലും വേദനയില്ലാതെ വാശിയും വൈരാഗ്യവും മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ, സമ്പത്തിനും തറവാട്ടു മഹിമക്കും മാത്രം വില കൽപ്പിക്കുന്നവർ. പിന്നെ അവനവിടെ നിൽക്കാൻ തോന്നിയില്ല. ഈ ഭൂമിയിൽ നിന്ന് പോയാലും മുത്തശ്ശനും മുത്തശ്ശിയും എന്നും തൻ്റെ കൂടെയുണ്ടെന്ന വിശ്വാസത്തിൽ അവൻ അവിടെ നിന്നും ഇറങ്ങി. പോകുമ്പോൾ ആരാധ്യയെ അവൻ കൂടെ വിളിച്ചതാണ്. എന്നാൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും വേർപാട് തന്ന മരവിപ്പിലായിരുന്നു അവൾ. അവരുടെ 16 പോലും കഴിയാതെ അവൾക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തോന്നിയില്ല.
മരിച്ച് 16-ന്റെ അന്ന് വൈകുന്നേര സമയം. ചടങ്ങുകളെല്ലാം തീർത്ത് ബന്ധുക്കളെല്ലാം പിരിഞ്ഞു പോയിട്ടുണ്ട്. അവൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും മുറിയിൽ അല്പനേരം കിടന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ വഴക്കാണ്. അവൾ മറുത്തൊന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി അമ്മായിമാർ തന്നെ അത് വേണ്ടുവോളം ആളിക്കത്തിച്ചിരുന്നു. എന്തിനാണ് അപ്പോൾ അങ്ങനെ ഒരു വഴക്ക് എന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. തിന്നതിന്റെ കണക്കും ഉടുക്കാൻ തന്നതിന്റെ കണക്കും അന്തിയുറങ്ങാൻ സ്ഥലം തന്നതിന്റെ കണക്കുമെല്ലാം അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്താണ് അവരുടെ ദേഷ്യത്തിന് പിന്നിൽ എന്ന് മാത്രം അവൾക്ക് അറിയുന്നുണ്ടായില്ല. ദേഷ്യത്തോടെ അവളെ പിടിച്ചു തള്ളിയതും അവൾ ചെന്ന് വീണത് ഒരുത്തന്റെ കാൽച്ചുവട്ടിലായിരുന്നു. നേരത്തെ പിടിച്ച് എവിടെയോ തള്ളിയപ്പോൾ നെറ്റി മുറിഞ്ഞതിൽ നിന്നും ചോര വരുന്നുണ്ട്. നിർത്താതെ പെയ്യുന്ന കണ്ണുകളോടെ അവൾ മുഖമുയർത്തി നോക്കിയതും കാണുന്നത് നന്ദനെയാണ്. അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേൽപ്പിച്ചു. അവളുടെ നിറഞ്ഞ കണ്ണുകളും ചോര പൊടിഞ്ഞ നെറ്റിയും കാണുമ്പോൾ അവന് വല്ലാത്ത വേദന തോന്നി. ആരിത്, നീയോ? നിന്നോടാരാ പറഞ്ഞേ ഈ വീടിന്റെ മുറ്റത്ത് വന്നു നിൽക്കാൻ? തറവാട്ടുമുറ്റത്ത് വന്നു നിൽക്കുന്ന നന്ദനെ കണ്ടു ചെറിയമ്മാവൻ ദേഷ്യത്തോടെ ചോദിച്ചു. ഇറങ്ങിപ്പോടാ ഇവിടുന്ന്. അതും പറഞ്ഞുകൊണ്ട് വല്യമ്മാവനും ഉമ്മറത്ത് നിന്ന് താഴേക്കിറങ്ങി. ആരെ കാണാൻ നിൽക്കാടി നീ? കേറിപ്പോടി അകത്ത്. വല്യമ്മാവൻ അവൾക്ക് നേരെ ദേഷ്യത്തിൽ അലറിയതും അവളൊന്ന് വെട്ടി വിറച്ചുപോയി. പറഞ്ഞത് കേട്ടില്ലേ, കേറിപ്പോകാൻ. ചെറിയമ്മാവനും ഉരുണ്ടു. അത് കേട്ട് അവൾ പതിയെ അകത്തേക്ക് നടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അവളുടെ കയ്യിൽ നന്ദന്റെ പിടി വീണത്. അവൾ തിരിഞ്ഞു നിന്ന് നന്ദനെ ഒന്ന് നോക്കി. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പെണ്ണിന്റെ കയ്യിൽ നിന്ന് വിടടാ. ചെറിയമ്മാവൻ നന്ദന്റെ കയ്യിൽ കയറി പിടിച്ചതും നന്ദൻ ശക്തിയിൽ ആ കൈകൾ തട്ടിത്തെറിപ്പിച്ചിരുന്നു. എന്താടാ, എന്താ നിന്റെ ഉദ്ദേശം? അത് ചോദിക്കുമ്പോൾ വല്യമ്മാവൻ ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു. അവൻ അയാൾക്ക് നേരെ ഒന്നും പറഞ്ഞില്ല. ശേഷം തിരിഞ്ഞ് ആരാധിയെ അവനൊന്ന് നോക്കി. നിനക്ക് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം പോയി എടുത്തിട്ട് വാ. ഇന്നിറങ്ങിയാൽ പിന്നെ ഇവിടേക്ക് ഒരു തിരിച്ചുവരവില്ല. അവൻ അവളെ നോക്കി പറഞ്ഞു. നന്ദനിൽ നിന്നും കേട്ട വാക്കുകളിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അവളടക്കം എല്ലാവരും. എന്താ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിനക്ക് എന്തൊക്കെയാണോ എടുക്കാനുള്ളത് അതെല്ലാം പോയി എടുത്തിട്ട് വാ. അത് പറയാൻ നീ ആരാടാ? നന്ദൻ അത് പറഞ്ഞതും ചെറിയമ്മാവൻ അവനു നേരെ നിന്നു. ഞാൻ ആരോ ആയിക്കോട്ടെ, നിങ്ങളെന്തായാലും അവളെ ഇവിടുന്ന് ഒഴിവാക്കിയതല്ലേ, പിന്നെന്താ? ഇവനെ നീ എപ്പോ വളച്ച് കുപ്പിയിലാക്കിയടി? കണ്ടില്ലേ, അങ്ങാടിയിൽ തേരാപാരാ നടക്കുന്നൊരു ചെക്കൻ അവളെ വിളിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. ചെല്ലടി, അവന്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോടി ഇവിടുന്ന്. വല്യമ്മയുടെ ശബ്ദവും അവിടെ ഉയർന്നു. അവരുടെ സംസാരം കേൾക്കുമ്പോൾ രണ്ട് നല്ല വർത്താനം പറയാൻ നന്ദന് നാവ് തരിച്ചെങ്കിലും അവൻ കൈമുഷ്ടി മുറുക്കി പിടിച്ചുകൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു. ദേ, നിങ്ങളുടെ ചൊറിയുന്ന നാവ് കൊണ്ട് എന്നോട് എന്തും പറയാമെന്ന് വിചാരിക്കണ്ട. ഞാൻ എന്തേലും പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. വല്യമ്മായി വീണ്ടും എന്തോ പറയാൻ ഒരുങ്ങിയപ്പോഴാണ് അവൻ അത് പറഞ്ഞത്. അവന്റെ മുഖത്തെ ദേഷ്യം കാണെ പിന്നെ അവരൊന്നും പറയാൻ പോയില്ല. അവൾ ഒന്നും പറയാതെ അകത്തേക്ക് നടന്നു. തന്റെ സാധനങ്ങൾ ഒന്നുപോലും ഒഴിയാതെ എല്ലാം അവൾ ബാഗിലാക്കി. കൂട്ടത്തിൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഒരു ഫോട്ടോ കൂടി ബാഗിൽ എടുത്തുവെച്ചു. പിന്നെ ആ മുറി ആകെ ഒന്ന് നോക്കിയ ശേഷം അവൾ വടക്കിനിയുടെ അറ്റത്തെ മുറിയിലേക്ക് നടന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഉണ്ടായിരുന്ന ആ മുറിയിലേക്ക്. അവിടെയും അവൾ ഒന്നാകെ ഒന്ന് നോക്കി. മുത്തശ്ശിയും മുത്തശ്ശനും ഇപ്പോഴും അവിടെ ഇരുന്ന് തന്നെ നോക്കി ചിരിക്കുന്നതായി അവൾക്ക് തോന്നി. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും നടുക്ക് അവരെയും കെട്ടിപ്പിടിച്ച് കിടന്ന ദിനങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് ഓടി വന്നു. അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ തോന്നി. ഞാൻ പോവാണ്, പക്ഷേ അത് പുറത്തു വന്ന് എന്നെ കാത്തു നിൽക്കുന്ന ആളുടെ കൂടെയല്ല. എന്നായാലും ഇവിടെ നിന്ന് ഒരു ദിവസം പോകേണ്ടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റേതായ ഒരു ജീവിതം തേടി പോവുകയാണ്. ഒറ്റയ്ക്കാണ് ഞാൻ. എൻ്റെ കൂടെ എന്നും ഉണ്ടാകണം. അവൾ മൗനമായി അവരോട് പ്രാർത്ഥിച്ചു. പിന്നെ പതിയെ ഉമ്മറത്തേക്ക് നടന്നു. മുറ്റത്തേക്ക് വരുമ്പോൾ തന്നെ കണ്ടു തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവരെ. എല്ലാവരുടെയും കണ്ണുകളിൽ തന്നെ ചുട്ടരിക്കാനുള്ള ദേഷ്യമാണ്. അവളത് കാര്യമാക്കിയില്ല. യാത്ര പറയാനുള്ള ആത്മബന്ധമൊന്നും അവിടെ ആരുമായി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൾ ഉമ്മറത്തെ പടികളിറങ്ങി. മുറ്റത്തെ മുത്തശ്ശിമാവിൽ ചാരി നിന്നിരുന്ന അവൻ അവളെ കണ്ടതും അവൾക്കരികിലേക്ക് നടന്നു. പോകാം? അതും ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലെ ബാഗ് വാങ്ങാനായി മുന്നോട്ടാഞ്ഞു. എന്നാൽ അവൾ ബാഗ് പുറകോട്ട് വലിച്ചു കളഞ്ഞു. അവളുടെ നോട്ടം അവന്റെ മുഖത്തായിരുന്നു. അവനും തന്നെ നോക്കിയാണ് നിൽക്കുന്നത്. വർഷങ്ങളായി താൻ അവനെ കാണുന്നുണ്ട്. തന്നെ മാത്രം നോക്കി നിൽക്കുന്ന അവന്റെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് തിരയാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. എന്നാൽ എപ്പോഴൊക്കെയോ ആ നോട്ടം തന്റെ മനസ്സിനെയും കീഴ്പ്പെടുത്തിയിരുന്നു.
അവനെ ആലോചിക്കുമ്പോൾ പോലും തൻ്റെ ഹൃദയത്തിൽ പേരറിയാത്ത ഒരു വികാരം ഉടലെടുക്കുമായിരുന്നു. ചുണ്ടുകളിൽ താൻ അറിയാതെ തന്നെ ഒരു ചിരി സ്ഥാനം പിടിക്കുമായിരുന്നു. എന്നാൽ ഇതുവരെയും ഒന്നും സംസാരിക്കുക പോലും ചെയ്യാതെ ഇന്ന് തൻ്റെ മുൻപിൽ വന്നു നിന്ന് കൂടെ ചെല്ലാൻ വിളിക്കുമ്പോൾ താൻ എങ്ങനെയാണ് അവൻ്റെ കൂടെ ചെല്ലുന്നത്? അത്രയും താൻ അധപതിച്ചു പോയോ? അവൾ ചിന്തിച്ചു. ഞാനില്ല. അവൾ അത് പറഞ്ഞതും അവനൊന്ന് അവളെ മുഖം ചുളിച്ചുകൊണ്ട് നോക്കി. എന്താ പറഞ്ഞേ? അവൻ വീണ്ടും ചോദിച്ചു. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന്. പിന്നെ നീ ഇതെങ്ങോട്ടാ പോകുന്നേ? അവൻ്റെ ചോദ്യം വീണ്ടും അവളെ തേടിയെത്തി. അതറിയില്ല. എങ്കിലും അറിയാത്ത ഒരാളുടെ കൂടെ വരാൻ തൽക്കാലം തീരുമാനിച്ചിട്ടില്ല. അവൾ അതും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. തറവാട്ടിലുള്ളവരെല്ലാം ഒന്നും മിണ്ടാതെ എല്ലാം കണ്ടു നിൽക്കുകയാണ്. അവൻ വേഗം പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് കാതോട് ചേർത്തു. അപ്പോഴും അവളുടെ കയ്യിലെ പിടി അവൻ വിട്ടിട്ടില്ലായിരുന്നു. സംസാരിക്ക്. അവൻ അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ ഫോൺ നീട്ടി. എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ ആ ഫോൺ വാങ്ങി തൻ്റെ ചെവിയോട് ചേർത്തു. അച്ചേട്ടാ. ശരി. അതും പറഞ്ഞ് അവൾ നന്ദന് തന്നെ ഫോൺ കൊടുത്തു. അവളുടെ നാവിൽ നിന്നും അച്ചു എന്ന പേര് കേട്ട ഞെട്ടലിലായിരുന്നു എല്ലാവരും. അച്ചു പറഞ്ഞിട്ടാണോ ഇവൻ വന്നിരിക്കുന്നേ? പെങ്ങളെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞയച്ചതായിരിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് വല്യമ്മായി അകത്തേക്ക് കയറിപ്പോയി. അതിനു പിന്നാലെ ചെറിയമ്മായിയും. എന്നാൽ ശ്രീദേവി മാത്രം അവളെ തറപ്പിച്ചു നോക്കിക്കൊണ്ട് ആ ഉമ്മറത്ത് തന്നെ നിന്നു. ആരാധ്യയുടെ സംരക്ഷണം കൂടി അച്ചു ഏറ്റെടുത്തതിലുള്ള ദേഷ്യമായിരുന്നു അവർക്ക്. ഇനി പോവാലോ? അവൻ ചോദിച്ചതും അവൾ പതിയെ തലയനക്കി. വാ. അവൻ അവളുടെ ബാഗും വാങ്ങി മുൻപിൽ നടന്നു. ഗേറ്റിനു മുൻപിലായിരുന്നു അവൻ്റെ വണ്ടി നിർത്തിയിട്ടിരുന്നത്. അവൻ വണ്ടിയിലേക്ക് കയറിയിരുന്നതും അവൾ ഒരു മടിയോടെ വണ്ടിക്കരികിൽ തന്നെ നിന്നു. ഇനി നിന്നോട് പ്രത്യേകം പറയണോ വന്ന് വണ്ടിയിൽ കയറാൻ? അല്പം ഗൗരവത്തിലാണെങ്കിലും വല്ലാത്തൊരു കുസൃതി നിറഞ്ഞിരുന്നു അവൻ്റെ പറച്ചിലിൽ. അവളൊന്നും പറയാതെ വേഗം അവന് പിറകിലായി കയറിയിരുന്നു. അവനിൽ നിന്നും കുറച്ച് അകലം വിട്ടിട്ടാണ് അവളിരുന്നത്. നന്ദനും അത് ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. അതുവഴി പോകുമ്പോഴാണ് തറവാട്ടിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത്. ആരാധ്യയെക്കുറിച്ചാണ് സംസാരമെന്ന് മനസ്സിലായപ്പോഴാണ് വെറുതെ അവിടേക്കൊന്ന് എത്തി നോക്കിയത്. അപ്പോൾ തന്നെ അച്ചുവിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. അച്ചുവാണ് പറഞ്ഞത് അവളെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ. അവൻ്റെ വണ്ടി നേരെ ചെന്നു നിന്നത് മംഗലത്ത് എന്ന് എഴുതിയൊരു തറവാട് വീടിൻ്റെ മുൻപിലായിരുന്നു. അവൻ ഗേറ്റ് പതിയെ കാലുകൊണ്ട് തന്നെ തള്ളി തുറന്ന് വണ്ടി മുന്നോട്ടെടുത്തു. അവളൊന്ന് ചുറ്റും നോക്കി. വലിയൊരു തറവാട് വീട് തന്നെയായിരുന്നു അത്. ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും ഒച്ചയും അനക്കവുമില്ലാതെ കിടക്കുന്ന വീടാണ് അതെന്ന്. വീടിൻ്റെ മുൻപിലുള്ള കുറച്ചു ഭാഗം മാത്രം അടിച്ചുവാരി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ബാക്കി പറമ്പെല്ലാം ഉണങ്ങിയ കരിയിലകൾ വീണു കിടപ്പാണ്. വാ. അവൻ ഉമ്മറത്തേക്ക് കയറിയതും അവൾ മുറ്റത്ത് തന്നെ നിന്നു. അപ്പോഴും മുറ്റത്ത് തന്നെ ബാഗും പിടിച്ചു നിൽക്കുന്ന അവളെ കണ്ട് നന്ദൻ ചോദിച്ചു. എന്തേ അവിടെ തന്നെ നിന്നു കളഞ്ഞേ? അച്ചേട്ടൻ എവിടെ? അവനത് ചോദിച്ചതും അവൾ തിരിച്ച് അവനോട് അതാണ് ചോദിച്ചത്. അതിന് അവനൊന്ന് ചിരിച്ചു കളഞ്ഞു. എൻ്റെ കുട്ടി, അവര് പുറത്ത് എവിടെയോ പോയതാ. ഇപ്പോൾ എത്തും. നീ ധൈര്യമായി കയറിക്കോ. ഞാൻ നിന്നെ പിടിച്ച് തിന്നുകയൊന്നുമില്ല. അതും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി. അവൾക്കെന്തോ അകത്തേക്ക് കയറാൻ തോന്നിയില്ല. ആകെ മൊത്തം എന്തോ ഒരു വെപ്രാളം പോലെ. ഉമ്മറത്തെ ചാരുപടിയിൽ അവളിരുന്നു. നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? അകത്തുനിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് നന്ദൻ ചോദിച്ചു. വേണ്ട, അവൾ പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് തന്നെ പോയി. 5 മിനിറ്റിനു ശേഷം അവൻ വീണ്ടും പുറത്തേക്ക് തന്നെ വന്നു. വരുമ്പോൾ അവൻ്റെ കയ്യിൽ 2 ഗ്ലാസ് ചായ കൂടി ഉണ്ടായിരുന്നു. ഒരു ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടി. അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് പതിയെ അവൾ അത് വാങ്ങി. അവളിൽ നിന്നും കുറച്ച് അകലം പാലിച്ചുകൊണ്ട് അവനും ആ ചാരുപടിയിൽ തന്നെ ഇരുന്നു. ചായ പതിയെ ഊതി കുടിച്ചുകൊണ്ട് അവൻ ഇടം കണ്ണിട്ട് ഒന്ന് അവളെ നോക്കി. ചായ ഗ്ലാസ് അവൾക്ക് അരികിൽ തന്നെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരിറക്ക് പോലും അവൾ കുടിച്ചിട്ടില്ല. അവൻ കുടിച്ചു കഴിയാനായിട്ടും അവൾ ചായ തൊട്ടു നോക്കിയിട്ടില്ലെന്ന് കണ്ട് നന്ദൻ വെറുതെ ഒന്ന് ചിരിച്ചു. എൻ്റെ പൊന്നു കുഞ്ഞെ, ആ ചായയിൽ ഞാൻ വിഷമൊന്നും ചേർത്തിട്ടില്ല. അത്രയ്ക്കും പേടിയാണെങ്കിൽ ഞാൻ കുടിച്ചു കാണിച്ചു തരാം. അതും പറഞ്ഞുകൊണ്ട് അവനൊരു കള്ളച്ചിരിയോടെ ഒരിറക്ക് ചായ കുടിച്ചു കാണിച്ചു. പിന്നെ അത് അവൾക്ക് നേരെ തന്നെ നീട്ടി. അവളൊരു ചമ്മലോടെ ആ ഗ്ലാസ് വാങ്ങി. അവൻ കുടിച്ചു നോക്കിയ ചായയാണ്. അത് കുടിക്കാൻ അവൾക്ക് വല്ലാത്ത ചമ്മൽ തോന്നി. എങ്കിലും അവൾ അത് പതിയെ തൻ്റെ ചുണ്ടോട് ചേർത്തു.
അത് കണ്ടുനിന്ന നന്ദന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. എന്നാൽ അവനത് സമർത്ഥമായി മറച്ചുവെച്ചു. കുറച്ചു കഴിഞ്ഞതും അച്ചുവും ധന്യയും വന്നിരുന്നു. അവരെ കണ്ടതും അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ധന്യ വന്ന് അവളുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. ഇടയ്ക്ക് അച്ചുവേട്ടൻ വിളിക്കുമ്പോൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ധന്യയ്ക്കും അവൾക്കും തമ്മിൽ വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു. അവരുടെ കൂടെയാണ് അവൾ ആ വീടിനുള്ളിലേക്ക് കയറിയത്. നടുമുറ്റവും നീളൻ വരാന്തയുമെല്ലാമുള്ള ഒരു പഴയ നാലുകെട്ട് തറവാട്. പുതുക്കി പണിതിട്ടുണ്ടെങ്കിലും പഴമയുടെ വല്ലാത്തൊരു സൗന്ദര്യം ആ വീടിനുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നാണ് അത്താഴം കഴിച്ചത്. ഒരുപാട് വർഷങ്ങൾക്കു ശേഷമാണ് താൻ ഇത്രയും സന്തോഷത്തോടെ അത്താഴം കഴിക്കുന്നത് എന്നവൾക്ക് തോന്നി. ഭക്ഷണത്തിന് ശേഷം അവളും അച്ചുവും ധന്യയും ഉമ്മറത്തിരിക്കുകയാണ്. മഴ നിർത്താതെ പെയ്യുന്നുണ്ട്. നന്ദൻ പുറത്തെവിടെയോ പോയതാണ്, വന്നിട്ടില്ല. ആരു, ഏട്ടനൊരു കാര്യം പറഞ്ഞാൽ മോള് അനുസരിക്കോ? കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അച്ചു ചോദിച്ചു. എന്താ ഏട്ടാ? അത് നന്ദൻ, അവന് നിന്നെ ഇഷ്ടാ. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തനിക്ക് അറിയാവുന്ന കാര്യമാണതെങ്കിൽ പോലും അച്ചുവിൻ്റെ നാവിൽ നിന്നും കേട്ടൊരു ഞെട്ടലുണ്ടായിരുന്നു അവൾക്ക്. അച്ചുവും നന്ദനും കളിക്കൂട്ടുകാരാണ്. അതുകൊണ്ട് നന്ദനെല്ലാം അച്ചുവിനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. നന്ദൻ്റെ അച്ഛനും അമ്മയ്ക്കും നന്ദൻ ഏക മകനാണ്. അവൻ്റെ അച്ഛൻ തന്നെ അമ്മയെ കൊന്ന് ശേഷം ആത്മഹത്യ ചെയ്യുമ്പോൾ തനിച്ചായി പോയതാണ് നന്ദൻ. അന്ന് അവന് 20 വയസ്സാ. പറയുവാൻ തക്കവണ്ണം ബന്ധുക്കളാരും ഇല്ലാത്തതുകൊണ്ട് അന്നു മുതൽ ഇങ്ങോട്ട് അവൻ തീർത്തും തനിച്ചാണ്. ആ ഒറ്റപ്പെടലിൻ്റെ വേദന അറിയുന്നതുകൊണ്ടാവും ചുറ്റും എല്ലാവരും ഉണ്ടായിട്ടും തനിച്ചായി പോയ നിന്നോട് അവനിഷ്ടം തോന്നിയത്. ഈ കാണുന്നതെല്ലാം അവനാ. പക്ഷേ ഏട്ടൻ്റെ കുട്ടി സ്വത്തിലും കാര്യത്തിലുമൊന്നും വീഴുന്നവളല്ലെന്ന് എനിക്കറിയാം. അവനും ബാംഗ്ലൂരിൽ എന്നെപ്പോലെ നല്ലൊരു ജോലിയുണ്ട്. അതെല്ലാം കളഞ്ഞ് അവനിവിടെ വന്ന് സാധാരണ പണിയെടുക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്. അവനെ നിനക്ക് സ്നേഹിച്ചൂടെ? അച്ചു അത് ചോദിക്കുമ്പോൾ ആരാധ്യ ശരിക്കും ഞെട്ടിയിരുന്നു. നന്ദനെക്കുറിച്ച് കുറച്ചൊക്കെ അറിയാമായിരുന്നെങ്കിലും അച്ചു പറഞ്ഞു കേൾക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു വല്ലായ്മ തോന്നി. തനിക്ക് വേണ്ടിയാണ് അവനിവിടെ നിൽക്കുന്നതെന്ന് കൂടി അറിഞ്ഞപ്പോൾ എന്താണ് പറയേണ്ടത്? അവനൊരു വേള ഭ്രാന്തുണ്ടോ എന്നാണ് അവൾ ചിന്തിച്ചത്. അല്ലെങ്കിൽ തന്നെപ്പോലെ ആർക്കും വേണ്ടാത്തൊരുവൾക്ക് വേണ്ടി ഇവിടെ വന്ന് ഒറ്റയ്ക്കിങ്ങനെ നിൽക്കുമോ? സ്നേഹം ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഭ്രാന്തനെ മനുഷ്യനാക്കാനും മനുഷ്യനെ ഭ്രാന്തനാക്കാനും കഴിയുന്നൊരു അപൂർവ വികാരം. അതായിരിക്കും ഈ സ്നേഹവും പ്രേമവുമെല്ലാം, അവൾക്ക് തോന്നി. അവനാരുമില്ലടാ. ഇനിയുള്ള കാലം നിനക്ക് അവനൊരു കൂട്ടായിക്കൂടെ? നിനക്കും അവൻ നല്ലൊരു കൂട്ടായിരിക്കും. അച്ചു വീണ്ടും അവളോടത് പറയുമ്പോൾ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇഷ്ടമാണ് തനിക്കും, മനസ്സത് പറയുന്നുണ്ട്. എങ്കിലും ഏട്ടന് അധികം ലീവില്ല, 2 ദിവസം കൊണ്ട് കയറണം. ഇവൾക്കും അതെ. ഇനിയും നിന്നെ ആ നരകത്തിലിടാൻ ആവാത്തതുകൊണ്ട് ഇല്ലാത്ത ലീവുമുണ്ടാക്കി ഇന്നലെ വന്നതാണ്. നിന്നെ ഒരു കരയ്ക്കടുപ്പിക്കേണ്ടത് ഈ ഏട്ടൻ്റെ കടമയല്ലേ? അതിനുള്ള അവകാശം എനിക്കില്ലേ? അവനത് ചോദിക്കുമ്പോൾ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. നന്ദനെ എനിക്കറിയാം. എൻ്റെ മോളെ അവൻ പൊന്നുപോലെ നോക്കും. അത് ഏട്ടൻ്റെ ഉറപ്പാ. അച്ചു അത് പറയുമ്പോൾ ധന്യയും അവൾക്കരികിലേക്ക് വന്ന് അവളുടെ കൈകൾ പിടിച്ചെടുത്തു. സമ്മതിക്ക് മോളെ, നിന്നെ ഇവിടെ തനിച്ചാക്കി പോയാൽ നിന്റെ ഏട്ടന് ഒരു സമാധാനവും ഉണ്ടാകില്ല. അതുകൊണ്ടല്ലേ? നിനക്ക് നല്ലതല്ലാത്തത് എന്തെങ്കിലും നിന്റെ ഏട്ടൻ ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? ധന്യയും അത് പറയുമ്പോൾ അവൾക്ക് കൂടുതലൊന്നും ആലോചിക്കാൻ തോന്നിയില്ല. അച്ചുവേട്ടൻ തീരുമാനിച്ചോ? എനിക്ക് സമ്മതമാണ്. അവൾ അത് പറയുമ്പോൾ അച്ചുവിനും ധന്യയ്ക്കും വല്ലാത്ത സന്തോഷം തോന്നി. കുറച്ചു കഴിഞ്ഞതും പുറത്തുപോയ നന്ദൻ തിരിച്ചു വന്നിരുന്നു. അപ്പോഴും അവർ ഉമ്മറത്ത് തന്നെ ഇരിപ്പായിരുന്നു. അവനെ കണ്ടതും അച്ചുവിൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി നിറഞ്ഞു നിന്നു. എന്താടാ നിന്ന് ചിരിക്കുന്നേ? അച്ചുവിൻ്റെ തോളിൽ ഒന്ന് പതിയെ തല്ലിക്കൊണ്ട് നന്ദൻ ചോദിച്ചു. ഓ ഒന്നുമില്ലേ, നമ്മളൊക്കെ ഇനി പുറത്ത് അല്ലേ ധന്യേ? ധന്യയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അച്ചു അത് പറഞ്ഞതും ധന്യയും നിറഞ്ഞ മനസ്സാലെ ഒന്ന് പുഞ്ചിരിച്ചു. എന്താ ധന്യേ കാര്യം? നന്ദൻ ചോദിച്ചു. ഒന്നുമില്ല, ദേ അവിടെ ഒരാൾ നിന്നെ ജീവിതകാലം മുഴുവൻ സഹിച്ചോളാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അച്ചുവാണ് അത് പറഞ്ഞത്. നന്ദൻ വിടർന്ന കണ്ണുകളോടെ ആരാധ്യയെയും ശേഷം അച്ചുവിനെയും ഒന്ന് നോക്കി. പിന്നെ ഉള്ളിലുള്ള ഇഷ്ടം അതിങ്ങനെ പുറത്ത് പറയാതെ വെച്ചോണ്ടിരുന്നാൽ അറിയേണ്ട ആളെങ്ങനെ അറിയാനാ? അതുകൊണ്ട് ഞങ്ങൾ തന്നെ എല്ലാം പറഞ്ഞങ്ങ് സെറ്റാക്കി.
അച്ചു അത് പറയുമ്പോൾ നന്ദൻ സ്നേഹത്തോടെ അവനെ ഒന്ന് നോക്കി. പിന്നെ നാളെയാണ് കല്യാണം. അത് കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ അങ്ങിറങ്ങും. എന്നാൽ മറ്റന്നാൾ രാവിലെ ജോലിക്ക് കയറാം. അച്ചു അതുകൂടി പറയുമ്പോൾ ആരാധ്യയുടെയും നന്ദന്റെയും മുഖത്ത് ഒരുപോലെ ഞെട്ടലുണ്ടായിരുന്നു. അധികം ഞെട്ടണ്ട. നാളത്തേക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 2 പേരും വന്നൊന്ന് താലി കെട്ടിയാൽ മതി. പിന്നെ കല്യാണത്തിന് മുൻപ് പ്രേമിക്കാൻ ആഗ്രഹമുണ്ടെൽ ഇന്നൊരു രാത്രിയെ മുൻപിലുള്ളൂ. കേട്ടോ അളിയാ? അവനത് പറഞ്ഞ് ധന്യയെയും കൂട്ടി അകത്തേക്ക് നടക്കുമ്പോൾ ആരാധ്യയുടെ മുഖം നാണം കൊണ്ട് കുനിഞ്ഞു പോയിരുന്നു. അതുകണ്ട് നന്ദന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ചേക്കേറി. അല്പസമയം 2 പേർക്കുമിടയിൽ വല്ലാത്തൊരു മൗനം നിറഞ്ഞു നിന്നു. മഴ ചെറുതായി തോർന്നിട്ടുണ്ട്. ഇളം കാറ്റ് ഇടയ്ക്കിടയ്ക്ക് വീശുന്നുമുണ്ട്. നല്ല തണുപ്പുണ്ട്. പോയി കിടന്നോ. ആ ആദ്യം കാണുന്ന മുറി ഉപയോഗിച്ചോ. അവനത് പറഞ്ഞപ്പോഴാണ് അത്ര നേരം അവിടെ നിന്നിരുന്ന മൗനം തകർന്നു വീണത്. അവൾ അവനെയൊന്ന് നോക്കി. ഇനി ഈ കണ്ണ് നിറയാതെ ഞാൻ നോക്കിക്കോളാം. അവൻ അവൾക്കരികിലേക്ക് വന്നു പറയുമ്പോൾ അവൾ അറിയാതെ തന്നെ അവന്റെ നെഞ്ചോട് ചേർന്നു പോയിരുന്നു. അവൻ പതിയെ അവളുടെ മുടിയിലൊന്ന് തലോടി. ചെന്ന് കിടന്നോ. അവൻ പറഞ്ഞതും അവൾ പതിയെ ഒന്ന് തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അവൾ പോകുന്നതും നോക്കി അവൻ ഉമ്മറത്തെ ചാരുതിണ്ണയിൽ മലർന്നു കിടന്നു. എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ ഈ കേൾക്കുന്നത്. നാളെ നിങ്ങളുടെ കല്യാണമാണെന്നോ. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ലടി. ഫോണിൽ ആരാധ്യയോട് സംസാരിക്കുകയാണ് സൗപർണിക. കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി. എനിക്കും ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. എത്ര പെട്ടെന്നാ എല്ലാം മാറി മറിഞ്ഞത്. അവന്റെ നെഞ്ചോട് ചേർന്ന് നിന്ന നിമിഷമായിരുന്നു ആരാധ്യയുടെ ഉള്ളിൽ അപ്പോൾ. അവളുടെ കവിളുകളിൽ നാണത്തിന്റെ ചുവപ്പ് പടർന്നിരുന്നു അപ്പോൾ. എന്തായാലും നാളെ രാവിലെ ഞാനങ്ങെത്തും. നീയും നിന്റെ കലുങ്കുദേവനും ഒന്നാവുന്നത് എനിക്ക് കണ്ണു നിറച്ച് കാണണം. ഒരു ചിരിയോടെ സൗപർണിക അത് പറയുമ്പോൾ ആരാധ്യയും ചിരിച്ചു പോയിരുന്നു. പിറ്റേന്ന് വീട്ടിൽ നിന്നും അമ്പലത്തിലേക്കിറങ്ങുമ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഫോട്ടോയിൽ നോക്കി അവൾ പ്രാർത്ഥിച്ചു. കൂട്ടത്തിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും. അച്ചുവിൻ്റെയും ധന്യയുടെയും കാല് തൊട്ട് അനുഗ്രഹം വാങ്ങാനും അവൾ മറന്നിരുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോൾ നന്ദന്റെ കണ്ണുകളും ഈറനണിഞ്ഞിരുന്നു. സൗപർണികയും കുടുംബവും പിന്നെ നന്ദന്റെ കൂട്ടുകാരും നേരിട്ട് അമ്പലത്തിലേക്കെത്തുകയായിരുന്നു. ചന്ദനക്കളർ ഷർട്ടും മുണ്ടുമായിരുന്നു നന്ദന്റെ വേഷം. കരിഞ്ഞ പച്ചക്കളർ സാരിയായിരുന്നു അവളുടേത്. ചെറിയ രീതിയിലാണ് കല്യാണമെങ്കിലും തന്റെ അനുജത്തിക്കായി അച്ചു അത്യാവശ്യം സ്വർണമെല്ലാം കരുതിയിരുന്നു. അതും കൂടിയായതും അവൾ അതീവ സുന്ദരിയായി തോന്നി. ഞാനാ നന്ദേട്ടന്റെ അനിയത്തി. ഞാനാ താലി മുറുക്കി കെട്ടുന്നേ. നന്ദന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ആരാധ്യയുടെ താലി മുറുക്കി കെട്ടിയത് സൗപർണികയായിരുന്നു. തന്നെ കാണുമ്പോൾ ആരാധ്യയുടെ കയ്യിൽ പിച്ചുകയും മാന്തുകയും ചെയ്യുന്ന ഒരു കുറുമ്പിയെ ആയിരുന്നു നന്ദൻ അപ്പോൾ ഓർമ്മ വന്നത്. ആളും ആരവങ്ങളുമില്ലാതെ ദൈവങ്ങളെ സാക്ഷിയാക്കി നന്ദൻ അവളുടെ കഴുത്തിൽ താലി ചാർത്തി കൂടെ കൂട്ടുമ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത അവരെ സ്നേഹിക്കുന്നവരുടെ അനുഗ്രഹങ്ങൾ നേർത്തൊരു ഇടവപ്പാതിയായി അവർക്ക് മേൽ ചൊരിഞ്ഞിരുന്നു.